എൻ്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്, എൻ്റെ ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ദൈവികമായ ആശയങ്ങളെ, അവൻ്റെ വചനങ്ങളെ, അവൻ്റെ മാർഗദർശനത്തെ മനസ്സിലാക്കുകയും കണ്ടെത്തുകയും അത് എൻ്റെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യേണ്ടത് എന്നാണ്. ഇങ്ങനെ മനുഷ്യ ബുദ്ധി ഉപയോഗിക്കേണ്ടതിനെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് തന്നെ. അത് ഉപയോഗിക്കാൻ പറയുന്ന ഈ അള്ളാഹുവിന് ആ മനുഷ്യ ബുദ്ധിയുടെ പരിമിതിയെക്കുറിച്ച് അറിയാഞ്ഞിട്ടല്ലല്ലോ. മനുഷ്യന്റെ ബുദ്ധിയുടെയും യുക്തിയുടെയും പരിമിതിയെക്കുറിച്ച് അറിയാവുന്ന സൃഷ്ടാവ് തന്നെയാണ് മനുഷ്യനോട് നീ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല, നീ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല, നീ എന്തുകൊണ്ട് അവൻ്റെ വചനങ്ങളെക്കുറിച്ച് ഉൾക്കൊള്ളുന്നില്ല, ഗ്രഹിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല എന്ന് അള്ളാഹു ചോദിക്കുന്നു. വലഖദ് ദറഅനാ ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആം ബൽ ഹും അളൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ. അപ്പൊ നോക്കൂ, മനുഷ്യന്റെ തന്നെ ബുദ്ധി ഉപയോഗിക്കേണ്ടതിനെക്കുറിച്ച്, അവന്റെ തന്നെ യുക്തി ഉപയോഗിക്കേണ്ടതിനെക്കുറിച്ച്, അവന്റെ തന്നെ ചിന്ത ഉപയോഗിക്കേണ്ടതിനെക്കുറിച്ചാണ് അവന്റെ സൃഷ്ടാവായ അള്ളാഹു പറയുന്നത്. അപ്പൊ നമ്മുടെ ബുദ്ധിയെക്കുറിച്ചും നമ്മുടെ യുക്തിയെക്കുറിച്ചും അതിന്റെ പരിമിതികളെക്കുറിച്ചും അതിന്റെ കഴിവുകേടുകളെക്കുറിച്ചും അതിന്റെ കഴിവിനെക്കുറിച്ചും സൂക്ഷ്മമായി അറിയുന്ന സൃഷ്ടാവാണ് നീ എന്തുകൊണ്ട് നിന്റെ ബുദ്ധി ഉപയോഗിക്കുന്നില്ല, നിന്റെ കണ്ണുപയോഗിക്കുന്നില്ല, നിന്റെ ചിന്ത ഉപയോഗിക്കുന്നില്ല എന്ന് അള്ളാഹു ചോദിക്കും. ജിന്നിൽ നിന്നും മനുഷ്യരിൽ നിന്നും താങ്കൾക്ക് ഹൃദയങ്ങളുണ്ടായിരിക്കെ അവ കൊണ്ട് ചിന്തിക്കാത്തവരും, കണ്ണുകളുണ്ടായിരിക്കെ അവ കൊണ്ട് കാണാത്തവരും, കാതുകളുണ്ടായിരിക്കെ അവ കൊണ്ട് കേൾക്കാത്തവരുമായ അനേകം പേരെ നാം നരകത്തിനു വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട്. അവർ കന്നുകാലികളെ പോലെയാണ്, അല്ല അവയേക്കാൾ വഴിപിഴച്ചവരാണ് എന്നാണ് 779 അള്ളാഹു പറയുന്നത്. അപ്പൊ ഖുർആൻ നിരന്തരം ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങളാണെന്ത്? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ വിവേചിക്കുന്നില്ലേ, നിങ്ങൾ ദൈവത്തിന്റെ ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കുന്നില്ലേ, പൂർവ്വ സമൂഹങ്ങളുടെ ചരിത്രങ്ങളിൽ നിന്നും എന്തുകൊണ്ട് നിങ്ങൾ പാഠം ഉൾക്കൊള്ളുന്നില്ല? ഇങ്ങനെ നിരന്തരം വിശുദ്ധ ഖുർആനിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പാരമ്പര്യവാദികളായ സാമ്പ്രദായിക മതത്തിന്റെ ആളുകൾ പറയുന്നത് പോലെ മനുഷ്യയുക്തി പരിമിതമാണെന്നും അത് ഉപയോഗിക്കാൻ കൊള്ളില്ലെന്നും കരുതിയാൽ തന്നെ ഇനി നാം മറ്റാരുടെ യുക്തി കൊണ്ടാണ് മനുഷ്യൻ അവന്റെ സൃഷ്ടാവിങ്കിൽ നിന്നും വന്ന സന്ദേശങ്ങളെ മനസ്സിലാക്കേണ്ടത് എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. തന്റെ സൃഷ്ടാവിൽ നിന്ന് വന്ന അവൻ സന്ദേശങ്ങള്, തന്റെ മാർഗദർശനത്തിന് വേണ്ടി അവൻ കൊടുത്തയച്ച സന്ദേശങ്ങള് ഇനി ആരുടെ യുക്തി കൊണ്ടാണ്, ആരുടെ കണ്ണുകൊണ്ടാണ് ഇനി അവൻ മനസ്സിലാക്കേണ്ടത്, അവൻ കാണേണ്ടത്? പിന്നെ എന്തിനാണ് ഈ ഗ്രന്ഥം ചിന്തിക്കുന്നവർക്ക് മാർഗദർശനമാണെന്ന് പറയുന്നത്? മനുഷ്യ മസ്തിഷ്കത്തെയും മനസ്സിനെയും അനന്ത സാധ്യതകളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അവയെ ഫലപ്രദമായി വിനിയോഗിക്കാനുള്ള ആഹ്വാനമല്ലാതെ മറ്റെന്താണ് ഈ വിശുദ്ധ ഖുർആനും അതിന്റെ മാർഗദർശനവും എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട്, ഇതിന്റെ അനന്ത സാധ്യതകളെ മനസ്സിലാക്കിക്കൊണ്ട്, മനുഷ്യ ബുദ്ധിയുടെയും മസ്തിഷ്കത്തിന്റെയും അവന്റെ മനസ്സിന്റെയും അനന്ത സാധ്യതകളെ മനസ്സിലാക്കിക്കൊണ്ട് അത് ഉപയോഗിക്കാനുള്ള ആഹ്വാനവും അങ്ങനെ അവന്റെ മാർഗദർശനം അനുസരിച്ച് ജീവിക്കാനുള്ള ആഹ്വാനവുമാണ് വിശുദ്ധ ഖുർആൻ നൽകുന്നത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്ക് അറിവില്ലാത്ത കാര്യങ്ങളുടെ പിറകെ നീ പോകരുത്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ, നിന്റെ ബുദ്ധിയും നിന്റെ കാഴ്ചയും നിന്റെ കേൾവിയും ഇതെല്ലാം എല്ലാത്തിനെക്കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് സാമ്പ്രദായിക മതത്തിന്റെ ആളുകൾ പറയുകയും ചെയ്യുന്നു. ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. എന്ത് അവർ പറയുന്നുവോ, അവരെന്താണ് മതമായിട്ട് നമ്മൾ മതത്തിന്റെ പേരിൽ ഇന്നതാണ് മതമെന്ന് പേരിൽ നമ്മെ എന്തൊക്കെ അവർ പഠിപ്പിക്കുന്നുണ്ടോ അത് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ എന്നും അതിന്റെ അപ്പുറത്തേക്ക് നാം ചിന്തിക്കാൻ പാടില്ല എന്നും ആണ് നമ്മെ ഈ പുരോഹിതന്മാർ, മതപുരോഹിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനാകട്ടെ മനുഷ്യബുദ്ധിയുടെ, മനുഷ്യന്റെ മസ്തിഷ്കത്തിന്റെ, മനുഷ്യന്റെ മനസ്സിന്റെ അനന്ത സാധ്യതകളെ കണ്ടറിഞ്ഞുകൊണ്ട് അതിനെ ഉപയോഗിക്കാനും ചിന്തിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും അങ്ങനെ അവന്റെ സന്ദേശം ഉൾക്കൊള്ളാനുമാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ആഹ്വാനം ചെയ്യുന്നത്. അതാണ് ലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്കറിവില്ലാത്തതിന്റെ പിറകെ നീ പോകരുത്. അത് നമ്മൾ ഓരോ വ്യക്തിയോടുമാണ് പറയുന്നത്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ, നിന്റെ കേൾവി, നിന്റെ ചിന്ത, നിന്റെ ബുദ്ധി, ഇതെല്ലാം കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും.
അപ്പോൾ അറിവില്ലാത്തതിന്റെ പിന്നാലെ പോകരുതെന്നും നിന്റെ കണ്ണ്, കാത് തുടങ്ങിയവ എങ്ങനെ വിനിയോഗിച്ചുവെന്ന് ചോദ്യം ചെയ്യപ്പെടുമെന്നും ഖുർആൻ മുന്നറിയിപ്പ് നൽകുമ്പോൾ കണ്ണും കാതും ഹൃദയവും ബുദ്ധിയും യുക്തിയുമെല്ലാം ദുർബലമാണെന്ന് പറഞ്ഞ് അവ ഉപയോഗിക്കാതെ പിന്നെ നാം എങ്ങനെയാണ് ഇൽമ്, അറിവുണ്ടാക്കുക എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. പാരമ്പര്യവാദികളുടെ, സാമ്പ്രദായിക മതക്കാരുടെ തർക്കത്തിന് ഇതൊന്നുമല്ല സത്യത്തിൽ കാരണം എന്നുള്ളതാണ്. അവർ യുക്തിയോ ബുദ്ധിയോ ഒന്നും ഉപയോഗിക്കരുത് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം സത്യത്തിൽ ഇതൊന്നുമല്ല. മറിച്ച് അവരുണ്ടാക്കിയ കെട്ടുകഥകളുടെയും ഐതിഹ്യങ്ങളുടെയും ഊഹങ്ങളുടെയും ചീട്ടുകൊട്ടാരം മനുഷ്യൻ യുക്തിഭദ്രമായി കാര്യങ്ങളെ സമീപിച്ചാൽ തകർന്നടിയുമെന്നുള്ള ഭയം കൊണ്ടാണ് വിശ്വാസിക്ക് യുക്തിയും ബുദ്ധിയും ഒന്നും വേണ്ടെന്നും അത് ഉപയോഗിക്കേണ്ടതില്ലെന്നും ഞങ്ങൾ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ജീവിച്ചാൽ മതിയെന്നും അവർ വാദിക്കാനും അവര് വാശി പിടിക്കാനുമുള്ള കാരണം. യുക്തിയും ബുദ്ധിയും വിവേചന ശക്തിയും ഉപയോഗിക്കാതെ വിശ്വസിക്കാനാണെങ്കിൽ നമുക്ക് ചോദിക്കാനുള്ളത്, ലോകത്ത് എന്തുമാത്രം മിഥ്യകളുണ്ട്, എന്തുമാത്രം കെട്ടുകഥകളുണ്ട്, എന്തുമാത്രം ഐതിഹ്യങ്ങളുണ്ട്. ഇവയൊക്കെ വിശ്വസിച്ചാൽ പോലെ മതിയാകില്ലേ? വികലവും വികൃതവുമായ എത്ര ആശയങ്ങളും ഐതിഹ്യങ്ങളുമാണ് ലോകത്തുള്ളത്. അവയിൽ ഏതെങ്കിലും ഒന്ന് വിശ്വസിച്ചാൽ മതിയെന്ന് ഈ കൂട്ടർ നമ്മോട് പറയുമോ? സൂക്ഷ്മ നിരീക്ഷണത്തിൽ തന്റെ യുക്തിക്കും ബുദ്ധിക്കും ബോധ്യമായത് മാത്രമേ മനുഷ്യന് സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. ഖുർആൻ എങ്ങനെ വായിക്കണമെന്ന് ചിന്തിച്ച് തലപുണ്ണാക്കുന്നതിന് മുമ്പ് അത് എന്തിനു വായിക്കണമെന്ന് കൂടി ചിന്തിക്കുന്നത് ഉചിതമായിരിക്കും. കഴിഞ്ഞ 1400 വർഷമായി ഒരു വിഭാഗം വിശ്വാസികളുടെ ജംഗമ സ്വത്തായി, അവരുടെ മാത്രം മുതലായി ഇരിക്കുന്നത് കൊണ്ടല്ല ഈ ഖുർആൻ ഇങ്ങനെ നിലനിന്നു പോരുന്നത്. മറിച്ച് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരുടെയും നിഷ്പക്ഷമതികളായ വിജ്ഞാന കുതികളുടെയും പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കും വിധേയമായ ഈ ഗ്രന്ഥം ലോകഗതിയെ തന്നെ മാറ്റിമറിക്കുന്നതിലും ആധുനിക ലോകക്രമത്തിന്റെ നിർമ്മിതിയിലും സാരമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന നിഷ്പക്ഷമതികളുടെ നിരീക്ഷണത്തിന്റെ വെളിച്ചത്തിലാണ് ഈ ഗ്രന്ഥം വായന അർഹിക്കുന്നു എന്ന് നാം പറയുന്നത്. ഖുർആൻ വാക്യങ്ങളെയും വാചകങ്ങളെയും സാങ്കേതിക അർത്ഥമെന്ന പേരിൽ വ്യാകരണ നിയമങ്ങളും ഭാഷാ നിബന്ധനകളും കാറ്റിൽ പറത്തിക്കൊണ്ട് നിക്ഷിപ്ത താൽപര്യത്തോടെയും നിഗൂഢ ലക്ഷ്യത്തോടെയും വ്യാഖ്യാനിക്കുകയും അർത്ഥകൽപ്പന നടത്തുകയും ചെയ്തതിന്റെ ഫലമായി ഖുർആനിന്റെ വിശാലമായ താൽപര്യങ്ങൾ ആപൽക്കരമായ വിധത്തിൽ അട്ടിമറിക്കപ്പെടുകയും കേവലം വിശ്വാസത്തിനു വേണ്ടി മാത്രമായിട്ടുള്ള ഒരു വിശ്വാസ സംഹിത രൂപപ്പെടുകയും ചെയ്തു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സത്യത്തിൽ ഖുർആനിന്റെ വാക്യങ്ങളെയും വാചകങ്ങളെയും അതിന്റെ സാങ്കേതിക അർത്ഥമെന്ന പേരിൽ ഒരുപാട് ഇവർ ദുർവ്യാഖ്യാനം ചെയ്തു. ഖുർആനിലെ പദങ്ങൾ അതിന് സാങ്കേതിക അർത്ഥം കൊടുക്കുക, സലാത്ത് എന്ന പദം കേൾക്കുമ്പോൾ അതിന് ഒരു സാങ്കേതിക അർത്ഥം കൊടുക്കുക, ഹജ്ജ് എന്ന പദം കേൾക്കുമ്പോൾ അതിനൊരു സാങ്കേതിക അർത്ഥം കൊടുക്കുക. ഇങ്ങനെ വിശുദ്ധ ഖുർആനിലെ ഒരുപാട് പദങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ അഭിസംബോധിത സമൂഹത്തിനൊന്നും പരിചയമില്ലാത്ത, അവർക്കൊന്നും തന്നെ അറിയാത്ത ഒരു സാങ്കേതിക അർത്ഥം കൊടുക്കുക മുഖേന വ്യാകരണ നിയമങ്ങൾ ഭാഷാ നിബന്ധനകളും കാറ്റിൽ പറത്തുകയും നിശ്ചിത താൽപര്യത്തോടെയും നിഗൂഢ ലക്ഷ്യത്തോടെയും വ്യാഖ്യാനിക്കുകയും അവർക്കൊക്കെ അർത്ഥകൽപ്പന നടത്തുകയും ചെയ്തതിന്റെ ഫലമായി ഖുർആനിന്റെ വിശാലമായ താൽപര്യങ്ങൾ ആപൽക്കരമായ വിധത്തിൽ അട്ടിമറിക്കപ്പെടുകയും കേവലം വിശ്വാസത്തിനു വേണ്ടി മാത്രമായിട്ടുള്ള ഒരു വിശ്വാസ സംഹിത രൂപപ്പെട്ടു വരികയും ചെയ്തു. ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഉദാത്തവും വിശാലവുമായ ആശയങ്ങളെ അതിന് ഒരു തരത്തിലും ഇണങ്ങാത്ത കേവല പദാർത്ഥങ്ങൾ കൊണ്ടും പ്രാദേശികത കൊണ്ടും യാതൊരു പ്രാധാന്യവും അർഹിക്കാത്ത സംഭവ പരമ്പരകൾ കൊണ്ടും വ്യാഖ്യാനിക്കാനും നിർവചിക്കാനും നടത്തുന്ന ഓരോ ശ്രമങ്ങളും നിഷ്പക്ഷമതികളായ വായനക്കാരിൽ മടുപ്പും തെറ്റിദ്ധാരണകളും സൃഷ്ടിക്കാൻ ഉതകുന്നവയായി ആണ്. അമൂർത്തമായ പല ആശയ പ്രതിഭാസങ്ങളെയും മൂർത്തവും ബാലിശവുമായ കൊച്ചു കൊച്ചു ഉപമകളിലൂടെ അർത്ഥഭംഗം വരുത്തിയതിന് ധാരാളം ഉദാഹരണങ്ങൾ പരിഭാഷകളിലൂടെ കാണാവുന്നതാണ്. നമുക്ക് ഖുർആനിന്റെ വായനയിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. ഉദാത്തമായ ഈ പ്രപഞ്ചത്തോളം വിശാലമായ ഉന്നതമായ ആശയങ്ങളെ കേവലം ചില കൊച്ചു കൊച്ചു സംഭവങ്ങൾ, അതുപോലെ തന്നെ അമൂർത്തമായ സംഭവങ്ങളെ മൂർത്തമായ രൂപത്തിൽ വ്യാഖ്യാനിക്കുക മുഖേന ഈ ഖുർആനിന്റെ ഉന്നതമായ മൂല്യങ്ങളും ആശയവിശാലതയും ആശയവ്യാപ്തിയും പരിമിതപ്പെട്ടു പോവുകയും ഖുർആനിന്റെ വായനയിൽ ആളുകൾക്ക് മടുപ്പ് അനുഭവപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടായിത്തീർന്നിട്ടുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്.
ഈ ഒരു ഉദാഹരണം പറയാം. ഈ അണ്ഡകടാഹങ്ങൾ മുഴുവൻ, ഈ പ്രപഞ്ചം മുഴുവൻ, പ്രപഞ്ചം എന്ന് പറയുമ്പോൾ ഒരു നക്ഷത്രം, ആ ഒരു നക്ഷത്രത്തിൽ നിന്ന് മറ്റൊരു നക്ഷത്രത്തേക്കുള്ള ദൂരം ആയിരക്കണക്കിന് പ്രകാശ വർഷങ്ങളാണ്. ഇങ്ങനെ കോടിക്കണക്കിന് പ്രകാശ വർഷങ്ങൾ സഞ്ചരിച്ചാലെത്തുന്ന ഇത്തരം നക്ഷത്രങ്ങൾ തമ്മിലുള്ള ഓരോ സമൂഹങ്ങൾ, അങ്ങനത്തെ കോടിക്കണക്കിന് നക്ഷത്ര സമൂഹങ്ങൾ, ഇങ്ങനെ പ്രപഞ്ചത്തെ വർണ്ണിക്കാൻ നിന്നാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത അത്രയും വിശാലമായ ഈ ലോകം. ഈ വിശാലമായ ഈ ലോകത്ത്, ഈ പ്രപഞ്ചത്തിൽ വളരെ നിസ്സാരമായ ഒരു ഭൂഗോളം, ആ നിസ്സാരമായ ഒരു ഭൂഗോളത്തിൽ നിസ്സാരമായ ഒരു പ്രദേശം, ഒരു സൂചി കൊണ്ട് കുത്താൻ പോലും ഇടമില്ലാത്ത ഒരു സ്ഥലം ആണ് മക്ക. ആ മക്കയിൽ ഒരു അബൂലഹബും അവന്റെ ഭാര്യയും അള്ളാഹുവിന് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച സൃഷ്ടാവിന് തലവേദനയായി എന്ന് പറയുക. എന്നിട്ട് അയാൾ നശിക്കട്ടെ, നശിച്ചിട്ട് പോകട്ടെ എന്ന് ആ സൃഷ്ടാവ് പ്രാർത്ഥിക്കുക, ശപിച്ചു വിടുക. ഇങ്ങനത്തെ ഈ ഒരു വികലമായ അള്ളാഹുവിനെ കുറിച്ചും അവന്റെ വേദത്തെക്കുറിച്ചും വികലമായ രൂപത്തിൽ ഈ വിശദീകരിക്കുക വഴി ആളുകൾക്ക് ഈ ഖുർആനിനോട് തന്നെ മടുപ്പ് അനുഭവപ്പെട്ടു. ഇതിന്റെ വായനയോട് തന്നെ ആളുകൾക്ക് താല്പര്യമിൽ നഷ്ടപ്പെട്ടു. സത്യത്തിൽ തബ്ബത്ത് എന്ന് പറയുന്ന ആ അധ്യായം തന്നെ ഈ പ്രപഞ്ചത്തോളം വിശാലമായ ഒരു ആശയത്തെയാണ് മുന്നോട്ട് വെക്കുന്നത്. ഏത് കാലഘട്ടത്തിലും ഏത് സമൂഹത്തിലും അത്തരം ആളുകൾ ജീവിച്ചിരിപ്പുണ്ടാവും. അങ്ങനത്തെ ഒരാളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ സത്യത്തിൽ അങ്ങനെ ഇവർ പറയുന്നത് പോലെയാണെങ്കിൽ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ അബൂലഹബല്ല യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വില്ലൻ. പ്രവാചകന്റെ നേരെ വില്ലനായി അന്നത്തെ ചരിത്രത്തിൽ അറിയപ്പെടുന്ന വില്ലൻ അബൂജാഹിലും അതിനുശേഷം അബൂ സുഫിയാനും അതുപോലെയുള്ള ആളുകളൊക്കെയാണ്. അവരെ കുറിച്ചൊന്നും വിശുദ്ധ ഖുർആൻ പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിച്ചിട്ടില്ല. എന്നിരിക്കെ പിന്നെ അത്രയൊന്നും തന്നെ പ്രവാചകന്റെ എതിർ സ്ഥാനത്ത്, വില്ലന്റെ സ്ഥാനത്ത് അത്രയൊന്നും തന്നെ പ്രാധാന്യം ഉള്ള റോളില്ലാത്ത ഒരാളായ അബൂലഹബിനെ എങ്ങനെ പേരെടുത്ത് പറഞ്ഞ് അള്ളാഹു ശപിക്കും? അവൻ തന്നെ എനിക്ക് തലവേദനയായിട്ടുണ്ട്, അവൻ നശിക്കട്ടെ എന്ന രൂപത്തിലൊക്കെ സംസാരിക്കും എന്നാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. സത്യത്തിൽ എന്താണ്, ഈ പ്രപഞ്ചത്തോളം തന്നെ വിശാലമായ ഒരു ആശയമാണ് അവിടെ അവതരിപ്പിക്കുന്നത്. തബ്ബത്ത് നശിച്ചിരിക്കുന്നു. ലഹബ് എന്ന് പറഞ്ഞാൽ ജ്വാല, അഗ്നി എന്നാണ്. സമൂഹത്തിലെ അഗ്നിയും നാശവും സ്പർദ്ധയും കലാപങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന, അതിനെ സമീപിക്കുന്ന ആളുകൾ ആരൊക്കെയുണ്ടോ അവരൊക്കെ ഈ അധ്യായത്തിന്റെ പരിധിയിൽ വരുന്ന ആളുകളാണ്. അത്തരം ആളുകൾ നശിച്ചിരിക്കുന്നു. തബ്ബത്ത് യഥാ അവന്റെ ഇരു കൈകളും എന്ന് പറഞ്ഞാൽ അവിടെയും കൈ എന്ന് കേൾക്കുമ്പോഴത്തേക്കും രണ്ട് കൈയും ക്ഷയിച്ച് വാദം പിടിച്ച് തളർന്നുപോയി എന്ന രൂപത്തിൽ ഇവർ വിശദീകരിക്കും. ഖുർആനിൽ ഉപയോഗിച്ച ഐദ് എന്നുള്ള വാക്കുകളൊക്കെ നാം ഒന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, സത്യത്തിൽ നമ്മുടെ ഈ കൈ എന്നുള്ള ശരീരത്തിൽ കാണുന്ന ഈ കൈ എന്നുള്ള അർത്ഥത്തിനല്ല എന്നുള്ളത്. നിന്റെ കൈ പിരടിയിലേക്ക് കെട്ടരുത് എന്ന് പറയുമ്പോൾ ഈ കൈ പിരടിയിൽക്കും കെട്ടി നടക്കരുത് എന്നല്ല. ഇബ്രാഹിമിനെയും ഇസ്ഹാക്കിനെയും യാക്കൂബിനെയും കുറിച്ച് നിങ്ങൾ പറയുകയും ജനങ്ങളോട് പറയുക എന്താണ്, അവരെ ഉലില്ലൈദി, അവരൊക്കെ കൈകളുള്ള ആളുകളായിരുന്നു എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നല്ല സ്വാധീനവും പിന്തുണയുമുള്ള ആളുകളായിരുന്നു അവരൊക്കെ എന്നാണ് അർത്ഥം. അള്ളാഹുവിന്റെ കൈ യദുല്ലാഹി ഫൗക ഐദീകും, അള്ളാഹുവിന്റെ കൈ അവരുടെ കൈകളെക്കാൾ മുകളിലാണെന്ന് പറഞ്ഞാൽ മലയാളത്തിൽ തന്നെ നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ, അവന്റെ കയ്യിലാണ് പ്രദേശം, അവന്റെ കയ്യിലാണ് എന്ന് പറഞ്ഞാൽ അതൊന്നും കയ്യിലല്ല. ഹിന്ദിയിലുണ്ട്, അവൻ വലിയ കൈയുള്ള ഒരു ആത്മീയാണ്, ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞാൽ അത്രയും സ്വാധീനമുള്ള ആളാണെന്നുള്ള അർത്ഥം. മാ ഖദ്ദമത്ത് ഐദീകും, നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചതെന്ന് പറഞ്ഞാൽ കൈയല്ല. അങ്ങനെ വിശുദ്ധ ഖുർആൻ എൻ്റെ സഹോദരങ്ങൾ പോയി പരിശോധിക്കുക. ഐദ് യദാനി എന്ന് ഉപയോഗിച്ച സ്ഥലങ്ങളിൽ ഒന്നും തന്നെ നമ്മൾ ഈ പറയുന്ന കൈയല്ല. 90% സ്ഥലങ്ങളിലും സാമ്പ്രദായിക മതക്കാർ തന്നെ അങ്ങനെ അർത്ഥം പറഞ്ഞിട്ടില്ല. പിന്നെ പറയുന്ന ബാക്കിയുള്ള സ്ഥലങ്ങളിലല്ലേ കൈ എന്ന് പറയുന്ന സ്ഥലങ്ങളിലല്ലേ കൈ മുറിക്കാൻ പറഞ്ഞോടത്ത്, ഒതുണ്ടാക്കാൻ പറഞ്ഞ കൈ എന്ന് പറഞ്ഞോടത്ത്, അവിടെയൊക്കെ സാമ്പ്രദായിക മതക്കാർ തന്നെ കൈ എന്ന അർത്ഥം പറയുന്നുള്ളൂ.
അപ്പൊ ഞാൻ പറയുന്നത് അബൂലഹബ് എന്ന് പറയുന്ന അഗ്നിയെ സമീപിക്കുന്ന വ്യക്തികൾ, അബൂ ഹുറൈറ എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും പൂച്ചയുമായി ബന്ധപ്പെട്ട് കഴിയുന്ന ഒരാൾ എന്നുള്ള നിലക്കാണ് അയാളുടെ പേരല്ലാന്ന് സാമ്പ്രദായിക മതക്കാർ തന്നെ പറയാറുണ്ട്. എന്നതുപോലെ ഏത് സമയത്തും അഗ്നിയുമായി ലാ ലലീലിൻ അവർക്ക് ഒരു തണലുമില്ല. യുവനി മിനൽ ലഹബ്, അഗ്നിയിൽ നിന്ന് ജ്വാലയിൽ നിന്ന് അവരെ തടുക്കാനോ അവരെ സംരക്ഷിക്കാനോ പറ്റിയ ഒരു തണലും അവർക്ക് അവിടെ ഇല്ല എന്ന് പറയുന്നു. അപ്പോ ആ ലഹബ് സമൂഹത്തിൽ അഗ്നിയും നാശവും കലാപങ്ങളും അക്രമങ്ങളും ഉണ്ടാക്കാൻ സദാസമയവും ബന്ധപ്പെട്ട് കഴിയുന്ന ആള് എന്നുള്ള അർത്ഥത്തിൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അബൂ ഹുറൈറ എന്ന് പറഞ്ഞാൽ സദാ പൂച്ചയുമായി ബന്ധപ്പെട്ട് കഴിയുന്ന ആള്, അല്ലാതെ പൂച്ചന്റെ പിതാവ് എന്നുള്ള അർത്ഥത്തിനല്ല. അപ്പൊ അങ്ങനെ അറബിയിൽ ഒരു പ്രയോഗം ഉണ്ടായിരുന്നിരിക്കാം. ആ പ്രയോഗമാണ് ഇവിടെ. ഏത് സമയത്തും സമൂഹത്തിൽ കലാപങ്ങളും അഗ്നിയും നാശവും ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ പിന്തുണയും അവന്റെ ശക്തിയും ക്ഷയിച്ചിരിക്കുന്നു, നശിച്ചിരിക്കുന്നു. അവൻ തന്നെ അത് കാരണം ഖുർആനിന്റെ അവതരണത്തിന്റെ സമാപ്തിയിലേക്ക് നീങ്ങുകയാണ്. സമൂഹത്തിലുണ്ടായിരുന്ന കലാപങ്ങളോ നാശങ്ങളോ അതാണല്ലോ വകുന്തും അലാ ശഫാ ഹുഫ്റത്തിൻ മിനൻ നാരി, നിങ്ങളൊരു അഗ്നിയിലെ വക്കിലായിരുന്നു. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുന്തും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും. അപ്പോൾ ഒരു ഞാറിന്റെ ഒരു അഗ്നിയുടെ വക്കിലായിരുന്ന സമൂഹത്തെ ഈ ഖുർആൻ വന്ന് മോചിപ്പിച്ചപ്പോൾ ആ സമൂഹത്തിലുണ്ടായിരുന്ന അഗ്നിയുമായി കലാപവുമായി അക്രമവുമായി ബന്ധപ്പെട്ടിരുന്ന ആളുകളുടെ പ്രവർത്തനങ്ങളൊക്കെ ഏകദേശം നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവരുടെ പിന്തുണയും അവരുടെ ശക്തിയും നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവരുടെ സമ്പാദ്യവും എല്ലാം നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ്, അവരുടെ ഈ രൂപത്തിൽ ഒരു അഗ്നിയെ സമൂഹത്തിൽ ഒരു അഗ്നിയെ ഉണ്ടാക്കാനുള്ള ദൗത്യവുമായി ഹാമിലത്ത്, ആ ദൗത്യവും വഹിച്ചുകൊണ്ട് നടന്നിരുന്ന ആ അബൂലഹബിന്റെ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുടെ കൂട്ടാളികളും വംറഅതുഹു, അവന്റെ കൂട്ടാളികളും ലികുല്ലിംറിഇം മിൻഹും ശൈനുൻ യുഗ്നീഹി എന്ന് പറഞ്ഞല്ലോ. ഓരോ മനുഷ്യനും, അതാണ് ഇമ്ര, ഓരോ മനുഷ്യനും, അല്ലാതെ ആണുങ്ങൾക്ക് മാത്രം അവന് പ്രവർത്തിച്ചത് കിട്ടുന്നില്ല. ഓരോ മനുഷ്യനും അതിൻ്റെ ആ ഇമ്ര എന്നുള്ളതിൻ്റെ ബഹുവചനത്തിൻ്റെ രൂപമാണ് ഇമ്രഅത്ത്. അതായത് അവൻ്റെ ഈ അബൂലഹബിൻ്റെ അടുത്ത ആളുകൾ, ആ ആളുകൾ എന്താണ് അവരും സമൂഹത്തിൽ ഒരു നാശമുണ്ടാക്കാനുള്ള ദൗത്യം ഹമ്മാലത്ത്, ആ ദൗത്യവും വഹിച്ച് അവരും ഇയാളുടെ കൂടെ നടക്കുകയായിരുന്നു. ഇത്തരം ആളുകളുടെ കൂടെ അവരും നശിച്ചിരിക്കുന്നു. അവരും അഗ്നിയിൽ ചെന്ന് ചേരുക തന്നെ ചെയ്യും. അവരും നാശത്തിലേക്കാണ് ചെന്ന് ചേരുക. അവർക്ക് നാശമായിരിക്കും ഇത്തരം ആളുകൾക്ക് അന്തിമമായി ഉണ്ടായിരിക്കുക. ഫീ ജീദിഹ, അവരെ സംബന്ധിച്ച് നല്ല കാര്യം, ജയ്യിദ്, അവരെ സംബന്ധിച്ച് നല്ല കാര്യമായി തോന്നുന്നത് ഹബിലും മിൻ മസദ്, ഹബില്, ഹബിൽ എന്താ, അവരുടെ ടാറ്റിക്സ്, അവരുടെ പദ്ധതിയും പരിപാടികളും എന്താണ്, മിൻ മസദ്, ആളുകളെ പിരിക്കുക എന്നുള്ളത്. ആളുകൾക്കിടയിൽ ഭിന്നതയും സ്പർദ്ധയും ആളുകൾക്കിടയിൽ സംഘർഷവും ഉണ്ടാക്കാൻ, അതാണ് ആളുകളെ പരസ്പരം പിരിച്ചുകൊണ്ട് അവർക്കിടയിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കാനുള്ള ഹബിലാണ്, അതിന്റെ ടാറ്റിക്സാണ്, അതിന്റെ പദ്ധതിയും പരിപാടിയുമാണ് അവർക്കുള്ളത്, ആ സമൂഹത്തിനുള്ളത്. അതുകൊണ്ട് അവരെല്ലാം അഗ്നിയിൽ ചെന്ന് ചേരുകയും അവരെല്ലാം നശിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും ഏത് കാലഘട്ടത്തിലും ഏത് സമൂഹത്തിലും ഇത്തരം ആളുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു പൊതു തത്വം പറഞ്ഞ കാര്യത്തെ നമ്മുടെ സമൂഹം എന്ത് ചെയ്തു? നിസ്സാരമായ ഒരു സംഭവമായി അതിനെ ബന്ധപ്പെടുത്തി പറഞ്ഞു. നിസ്സാരവുമായ ഒരു വ്യക്തിയെ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ, ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്ന പ്രപഞ്ചനാഥൻ ഒരു പ്രദേശത്തെ, ഒരു കൊച്ചു പ്രദേശത്തെ ഒരു സ്ത്രീയും പുരുഷനെയും കൊണ്ട് ഇടങ്ങാറായി എന്നുള്ള രൂപത്തിൽ അവൻ നശിച്ചു പോട്ടെ, അവൻ നശിച്ചു പോകട്ടെ എന്ന രൂപത്തിൽ ശപിച്ചു ഇരിക്കുന്നു എന്ന് അള്ളാഹ് വിശദീകരിച്ചതിന്റെ ഫലമായി ഈ ഖുർആനിന്റെ ആശയവിശാലതയെ ഒരു പരിമിതപ്പെടുത്തുകയാണ് ചെയ്തത്. ഇപ്പൊ ഹബിലി എന്ന് കേൾക്കുമ്പോഴത്തേന് ഇവർ കയറ് എന്ന് പറയും. ഖുർആൻ എന്നെ ഉപയോഗിച്ചിട്ടുണ്ട്, വഅതസിമു ബിഹബിലില്ലാഹി ജമിയ,
അള്ളാഹുവിൻ്റെ കയറിനെ നിങ്ങൾ മുറുകെ പിടിക്കൂ എന്ന് പറഞ്ഞാൽ അവർ പറയും അള്ളാഹുവിൻ്റെ ആശയം, അവൻ്റെ പദ്ധതികൾ, അവൻ്റെ മാർഗനിർദ്ദേശങ്ങളാണത്. അപ്പൊ ഭിന്നിക്കാതിരിക്കാനുള്ള ഹബല് അള്ളാഹുവിൻ്റെ ഹബലും, ഇവരെ ഹബലും മിമ്മസതാണ്. ആളുകൾക്കിടയിൽ ആളുകളെ പിരിച്ച് പരസ്പരം സംഘർഷങ്ങൾ ഉണ്ടാക്കി, സ്പ്ലിറ്റ് ഉണ്ടാക്കി, സ്പർദ്ധയുണ്ടാക്കി, പകയുണ്ടാക്കി, അവർക്കിടയിൽ കലാപമുണ്ടാക്കുന്ന ഹബിലാണ് അവരുടെ കയ്യിലുള്ളത്. അത് ഇസ്രായേൽ സമൂഹത്തെ അള്ളാഹു ശപിച്ചു വിട്ടപ്പോൾ പറഞ്ഞു, ദുരിബത്ത് അലൈഹിമുദില്ലത്തു, അവരുടെ മേൽ പിന്നെ നിന്ദ്യത അവരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു. അത് അവരുടെ പ്രവർത്തന ഫലമായി. അവർക്ക് ഇനി രക്ഷയില്ല. ഇല്ലാ ബി ഹബിലിൻ മിനല്ലാഹി വ ഹബിലിൻ മിനന്നാസി. അവർക്ക് ഇനി ദൈവത്തിൽ നിന്നുള്ള ഒരു ഹബിലും മനുഷ്യരിൽ നിന്നുള്ള ഒരു ഹബിലും. അതാണ് പറയുന്നത്, ആശയങ്ങളാണ്, അവരുടെ പദ്ധതികളാണ്, അവരുടെ പരിപാടികളാണ് ഇവിടേക്ക് ഹബിൽ കൊണ്ട് ഉദ്ദേശം. എന്നാൽ ഇത് കൊണ്ടുപോയി എന്ത് ചെയ്തു? അയാളുടെ ഭാര്യക്ക് എന്താ പറയുന്ന കഥ? ഈത്തപ്പന നാരുകൊണ്ടുള്ള ഒരു കയറ് കഴുത്തിലിട്ട് മലയിലേക്ക് പോയി മുള്ളു കൊണ്ടല്ലായിരുന്നു നബി നടക്കുന്ന വഴിയിലൂടെ ഇടാനെന്നുള്ള രൂപത്തിലൊക്കെയാണ് നാം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് ഹബിൽ എന്ന് ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ടാവും ഈ പദങ്ങളൊക്കെ മറ്റു സ്ഥലങ്ങളിൽ. അവിടെയൊക്കെ ഈ ആശയം, ഈ പദം എന്തൊരർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഖുർആനിനെ ഖുർആൻ കൊണ്ട് തന്നെ വായിച്ചുകൊണ്ട്, ഖുർആനെ ഖുർആൻ കൊണ്ട് തന്നെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇതിന്റെ ആശയ വിശാലതയെ നിലനിർത്താൻ ഉപയുക്തമായ രൂപത്തിൽ ഇതിന്റെ വിശദീകരണം എന്ന് പറഞ്ഞാൽ നാം വിശദീകരിക്കേണ്ടതില്ല. അള്ളാഹു ഈ പദം മറ്റൊരു സ്ഥലത്ത് എന്തിനാണ് ഉപയോഗിച്ചത് എന്ന് നാം മനസ്സിലാക്കിയാൽ മതി. മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് മനുഷ്യൻ ഇതിനെ അവന്റെ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച്, അവന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കനുസരിച്ച് ഈ ഖുർആനിന്റെ അർത്ഥകൽപ്പനയെ മാറ്റേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഹബിൽ പറഞ്ഞു, വഅതസിമു ബിഹബിലില്ലാഹി ജമിഅ ളുരിബത് അലൈഹിമുദ്ദില്ലത്തു ഐനമാ സുഖിഫു ഇല്ലാ ബിഹബിലിൻ മിനല്ലാഹി വഹബിലിൻ മിനന്നാസി. ആ നിന്ദ്യത അടിച്ചേൽപ്പിക്കപ്പെട്ട സമൂഹത്തിന് ഇനി ഹബിലും മിനല്ലാഹിയും ഹബിലും മിനന്നാസും വേണം എന്ന് പറഞ്ഞാൽ ആകാശത്തുനിന്നൊരു കയറും ജനങ്ങൾ ഇട്ട് കൊടുക്കുന്ന ഒരു കയറും ഈ രണ്ട് കയറുമേയും പിടിച്ചു നിൽക്കാൻ പറ്റുന്നല്ല. ഇതേ കയർ തന്നെയാണ് മൂസാ നബിയുടെ കാലഘട്ടത്തിൽ അവിടുത്തെ ഗൂഢാലോചന, മൂസയുടെ ആശയങ്ങൾക്കെതിരിൽ ഗൂഢാലോചന നടത്തിയ ആളുകൾ, സാഹിര്യങ്ങൾ എന്ന് പറയല്ലോ, ആ ഗൂഢാലോചന, കോൺസ്പിറസി, ഗൂഢാലോചന നടത്തിയ ആളുകൾ അവരവതരിപ്പിച്ച ടാറ്റിക്സും അവരുടെ പദ്ധതികളും അതാണ് ഇട്ടു എന്ന് പറയുമ്പോഴത്തേന് ഇവർ മനസ്സിലാക്കി. അൽക്കാന്ന് പറയുമ്പോഴത്തേന് ഇട്ടു എന്ന് പറയുമ്പോൾ എന്തെങ്കിലും വസ്തു താഴത്തിടുകയാണ്. ഒക്കെ മെറ്റീരിയൽ ആയിട്ടാണ് ഇവർ കാണുന്നത്. ഖുർആൻ ഒരു ആശയ ഗ്രന്ഥമാണ്, ഒരു ദർശനം പറയുന്ന ഗ്രന്ഥമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഒരു ദാർശനിക ഗ്രന്ഥമാണ്, ഒരു ആശയ തലത്തിൽ വായിക്കേണ്ട ഒരു ഗ്രന്ഥമാണ്, ആശയ തലത്തിൽ വായന ആവശ്യപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അതിനെ ആ രൂപത്തിൽ തന്നെ നാം വായിക്കണം. അപ്പോഴേ, അല്ലാതെ ഹബിൽ എന്ന് പറയുമ്പോഴത്തേന് അതിനെ മെറ്റീരിയലായിട്ട് ഒരു പദാർത്ഥമായിട്ട് ഒരു കയറെന്ന് കാണുക. ആശയപരമായ വളരെ ഫലവത്തായി ആളുകൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒന്നാണ് ഹബില്. അതുമ്മ പിടിച്ചു നിൽക്കാൻ പറ്റും. അത് മനുഷ്യരെ ഭിന്നിപ്പിക്കാതിരിക്കാനും ഒന്നിപ്പിക്കാനുമുള്ള കയറ്. അതാണ് വഅതസിമു ബിഹബിലില്ലാഹി ജമിഅ വലാ തഫറഖു. ദൈവത്തിന്റെ കയറ് നിങ്ങൾ അവന്റെ സിദ്ധാന്തത്തിൽ, അവന്റെ ആശയത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കൂ, എങ്കിൽ നിങ്ങൾ ഭിന്നിക്കില്ല. മറിച്ച് ഈ സമൂഹത്തിൽ സ്പർദ്ധയും കലാപങ്ങളും അക്രമങ്ങളും അഴിച്ചുവിടാൻ പ്രവർത്തിക്കുന്ന നേതൃത്വവും അവരുടെ ശിങ്കിടികളായി അവരുടെ കൂടെ വർത്തിക്കുന്ന ആളുകളും സമൂഹത്തിൽ നാശവും അക്രമവും, സമൂഹത്തിൽ മസദ്, ആളുകളെ പിരിക്കാനും, ആളുകളെ പരസ്പരം പിരിച്ച് രണ്ടാക്കാനും മൂന്നാക്കാനും നാലാക്കാനും, അങ്ങനെ ആളുകളെ വിവിധ ഗ്രൂപ്പുകളാക്കാനുമാണ് അവരുടെ ഹബില്, അവരുടെ ടാറ്റിക്സും അവരുടെ പദ്ധതികളും പരിപാടികളും അതിനു വേണ്ടിയിട്ടാണ് എന്നാണ്. അതൊരു സാർവലൗകികമായ കാലാതിവർത്തിയായ ഒരാശയമാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. അതിനെ കൊണ്ടുപോയി എന്ത് ചെയ്തു? ഏതോ ഒരു പ്രദേശത്തെ ഒരു ആണും ഒരു മാപ്പിളയും പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു, ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു. അവരെ കൊണ്ട് അള്ളാഹു ആകെ ഇടങ്ങാറായി, ഇനി അവരൊന്ന് നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്ന രൂപത്തിൽ പറഞ്ഞു എന്ന് വളരെ സങ്കുചിതമായ, വളരെ പരിമിതമായ ഒരു അർത്ഥകൽപ്പന നൽകി. അതാണ് അമൂർത്തമായ വസ്തുക്കളെ മൂർത്തമായ രൂപത്തിൽ, കാലാതിവർത്തിയായ ഈ പ്രപഞ്ചത്തോളം വിശാലമായ ആശയങ്ങളുള്ള ഗ്രന്ഥത്തെ വളരെ പരിമിതമായ ഒരു സ്ഥലത്ത് ഒതുക്കിക്കൊണ്ട് വിശദീകരിച്ചതിന്റെ ഫലമായാണ് ഈ അബൂലഹബിന്റെ കഥയൊക്കെ ഇങ്ങനെ വന്നത്. സത്യത്തിൽ
അവര് സത്യത്തിൽ ഒരു വ്യക്തിയല്ല, ഏത് കാലഘട്ടത്തിലും ഏത് സമൂഹത്തിലും ജീവിച്ചിരിക്കുന്ന അക്രമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് അത് എന്ന് ഞാൻ സൂചിപ്പിച്ചത്. വിശാലമായ ആശയങ്ങളുള്ള ആശയങ്ങൾ. ഇപ്പോൾ ഉറങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹം മനസ്സിലാക്കിയത് ഉറങ്ങുക തന്നെ നമ്മുടെ സമൂഹത്തിന് മനസ്സിലാവുള്ളൂ. ഒക്കെ അതാണ് അമൂർത്തമായ ആശയങ്ങൾ. ആശയതലത്തിലുള്ള ഉറക്കാണ് ആ സമൂഹത്തിന് ബാധിച്ചത്. ഒരു സമൂഹം പിറകോട്ട് നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പിന്നിലേക്ക് നടക്കുക എന്നല്ല. അതൊക്കെ ആശയതലത്തിൽ ഒരു സമൂഹം പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അർത്ഥം. ഒരു സമൂഹത്തിന്റെ പിന്നിലും മുന്നിലും മതിലുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളതിനെ മെറ്റീരിയലായിട്ട് പദാർത്ഥ തലത്തിൽ ഒരു മതിൽ തെരഞ്ഞു നോക്കരുത്. ഇപ്പൊ നമ്മുടെ സമൂഹം അതാ ചെയ്യുന്നത്. വജഅൽനാ മിൻ ബൈനി ഐദിഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദൻ എന്ന് പറഞ്ഞാൽ ആശയ തലത്തിലാണ് ആ മതില്. ദൈവികമായ സത്യം മനസ്സിലാക്കാൻ കഴിയാതെ ആശയ തലത്തിൽ ഒരു മതിൽക്കെട്ടിൽ കഴിയുന്ന സമൂഹത്തെയാണ് അവിടെ വിശദീകരിക്കുന്നത്. അല്ലാതെ അവരുടെ മുന്നിലും പിന്നിലും ഓരോ മതിൽ കെട്ടിയിരിക്കുകയാണ് എന്ന രൂപത്തിലല്ല. അതന്നെയാണ് ദുൽഖർനൈനിയുടെ ചരിത്രത്തിൽ നിന്നും നമ്മുടെ സമൂഹം തെറ്റിദ്ധരിച്ചത്. അതുകൊണ്ടാണ് ചൈനയിലെ ഒരു വൻമതിലും തേടിക്കൊണ്ട് നമ്മുടെ സമൂഹം അന്വേഷിച്ച് നടക്കുകയാണ്. ദുൽഖർനൈനി ഒരു ജനതയെ കണ്ടു. അദ്ദേഹം രണ്ട് മതിലുകളുടെ ഇടയിൽ എത്തിയപ്പോൾ ആ മതിലുകൾക്കുള്ളിൽ കഴിയുന്ന ഒരു ജനതയെ അദ്ദേഹം അവിടെ വെച്ച് കണ്ടു. ലാ യകാദൂന യഫ്ഖഹൂന ഖൗല, അവരെ ദൈവികമായ ആശയം ഗ്രഹിക്കാത്ത ഒരു ജനതയെ അവിടെ കണ്ടു എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹം ഇന്ന് വിശദീകരിക്കുന്നത് ചൈനയിലെ വൻമതിലിൽപ്പെട്ട ഏതോ ഒരു സമൂഹത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത് എന്നാണ്. സത്യത്തിൽ അതല്ല. അള്ളാഹുവിന്റെ ആശയങ്ങളോ അവന്റെ വേദമോ അവന്റെ ഖൗല്, അവന്റെ ആശയമോ അവന്റെ വചനമോ വാക്കുകളോ മനസ്സിലാക്കാൻ കഴിയാതെ മുന്നിലും പിന്നിലും മതിൽക്കെട്ടുകളിൽപ്പെട്ട് അതിനുള്ളിലുള്ള ആശയങ്ങൾ മാത്രം മനസ്സിലാക്കി അതിന്റെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കുള്ള ആശയങ്ങൾ ഗ്രഹിക്കാൻ കഴിയാതെ അതിന്റെ ഉള്ളിൽപ്പെട്ട ഒരു ജനതയെക്കുറിച്ചാണ് ദുൽഖർനൈനിയുടെ സമൂഹം എന്ന് വിവരിക്കുന്നത്. അദ്ദേഹം കണ്ട സമൂഹം അതാണ്. ആ സമൂഹത്തെ മോചിപ്പിച്ചത് അദ്ദേഹം ഈ വേദം കൊണ്ടാണ്. അതാണ് ആത്തൂനി സുബറൽ ഹദീദ്, ശക്തിമത്തായ ഒരു ഏടുകൾ എനിക്ക് നിങ്ങൾ കൊണ്ടുവന്നു തരൂ. നമ്മുടെ സമൂഹം അവിടെ മെറ്റീരിയലായിട്ട് കണ്ടു. നമ്മുടെ സമൂഹം എന്താണ്? ഇരുമ്പിന്റെ പലകകൾ കൊണ്ടുവന്നു തരൂ, ഞാനത് ഉരുക്കി ഒഴിച്ച് നിങ്ങൾക്ക് ഒരു മതിലുണ്ടാക്കി തരാം. എന്തൊക്കെ വിവരക്കേടുകളാണ് നമ്മുടെ സമൂഹം ഇതിന്. അതാണ് പദാർത്ഥ തലത്തിൽ ഖുർആനിനെ, അമൂർത്തമായ ആശയങ്ങളുള്ള ഗ്രന്ഥത്തെ മൂർത്തമായ രൂപത്തിൽ വിശദീകരിച്ച് അർത്ഥഭംഗം വരുത്തിയതിന്റെ പരിണിത ഫലം ഖുർആനിലുടനീളം നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും. അതിന്റെ വൈകല്യം അത് മുഖേന ഈ ഖുർആൻ തകർത്തെറിയപ്പെട്ടത് ഫലം നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണങ്ങൾ, 1-2 ഉദാഹരണങ്ങൾ മാത്രം എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. അങ്ങനെ അത് മാത്രം പറയാൻ നിന്നാൽ നമുക്ക് ഇന്നത്തെ ഈ ദിവസം കൊണ്ട് ഈ വിഷയം തീർക്കാൻ കഴിയില്ല. അത്രമാത്രം ഖുർആനെ തകർത്തു കളഞ്ഞു. അപ്പോ അൽ ദുൽഖർനൈൻ എന്ന് പറഞ്ഞാൽ തന്നെ, അല്ലിട്ട് പറഞ്ഞാൽ തന്നെ അയാളുടെ അലമല്ല, ഇസ്മു അലമല്ല, മറിച്ച് അത് അയാളുടെ പേര് വിശേഷണമാണ് എന്ന് പറഞ്ഞ പുരോഗതിയിലേക്ക് പോകുന്ന ഒരു സമൂഹത്തെയും ഒരു അസ്തമനത്തിലേക്ക് നീങ്ങുന്ന ഒരു സമൂഹത്തെയും 2 സമൂഹത്തെയും ഒരുമിച്ച് കൊണ്ടുപോയി അവരെ നയിച്ച് നേർവഴിയിലേക്ക് എത്തിച്ച മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹത്തിന് ആ വിശേഷണം കിട്ടിയത്. അദ്ദേഹം കണ്ട മതിലുകൾക്കുള്ള ഇടയിൽപ്പെട്ട ഒരു ജനത, അതിനുള്ളിലുള്ള കാര്യങ്ങളല്ലാതെ അള്ളാഹുവിന്റെ ആശയം മനസ്സിലാക്കാൻ കഴിയാതെ മതിലുകൾക്കുള്ള ആ സദ്ദൈനി, അതാണ് സൂറത്ത് യാസീനിൽ പറഞ്ഞത്, വജഅൽനാ മിൻ ബൈനി ഐദിഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദൻ. അതാണ് സദ്ദൈനി, 2 സദ് എന്ന് പറയുന്ന ഈ 2 മതിലുകളിൽ. അതാണ് ഹദീദ് എന്ന് കേൾക്കുമ്പോഴത്തേന് ഇരുമ്പ് എന്ന് മനസ്സിലാക്കി. ഖുർആൻ പറഞ്ഞു ഫബസറുക്കൽ യൗമ ഹദീദ് കൂനു ഹിജാറത്തൻ ഔ ഹദീദ, നിങ്ങൾ ഇരുമ്പാവുക എന്ന് പറഞ്ഞാൽ ഇരുമ്പാകാനല്ല. അതുപോലെ തന്നെ അള്ളാഹു ഒരു ഹദീദിനെ ഇറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇരുമ്പല്ല. അതൊക്കെ വളരെ ഷാർപ്പായ മൂർച്ചയേറിയ ആശയങ്ങളുള്ള ഒന്നാണ്. അപ്പൊ മൂർച്ചയേറിയ ആശയങ്ങളുള്ള ഏടുകൾ എനിക്ക് കൊണ്ടുവന്നു തരൂ, ഞാനത് ഇവിടെ നടപ്പാക്കി നിങ്ങൾ അകപ്പെട്ടിരിക്കുന്ന അജ്ഞതയുടെ ഈ മതിൽക്കെട്ടുകളിൽ നിന്ന് ഞാൻ നിങ്ങളെ മോചിപ്പിച്ചു തരാമെന്ന വിശാലമായ, ലോകത്തിന് തന്നെ വിശാലമായ ഒരു ആശയം കിട്ടുന്ന ഒരു സംഗതിയെ കൊണ്ടുപോയി എന്ത് ചെയ്തു നമ്മുടെ സമൂഹം? അത് എവിടെയുള്ള ഒരു മതിലാണ്. അത് ഇനി എന്നോ അന്ത്യനാളിലേറ്റ് ഓലിനി പുറത്തു വരുന്നും പറഞ്ഞ് ആ മതിലും തെരഞ്ഞ് നമ്മുടെ സമൂഹം ഭൂമിയിലൂടെ അലയുകയാണ്.
അപ്പൊ അതാണ് ഞാൻ ഈ വിഷയം, ഈ ഒരു കാര്യം തന്നെ അമൂർത്തമായ ആശയ പ്രതിഭാസങ്ങളെ മൂർത്തവും ബാലിശവുമായ കൊച്ചു കൊച്ചു സംഭവങ്ങളും ഉപമകളിലൂടെയും അർത്ഥഭംഗം വരുത്തിയതിന് നമുക്ക് ഖുർആൻ പരിഭാഷകളിൽ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഖുർആനിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ അട്ടിമറിക്കുകയല്ലാതെ മറ്റെന്താണ് നാം ചെയ്തത് എന്ന് നാം മനസ്സിലാക്കണം. ശരാശരി വിശ്വാസിയോട് കൽപ്പിക്കുന്നത് അർത്ഥത്തെക്കുറിച്ചൊന്നും വേവലാതിപ്പെടേണ്ടതില്ല. വെറുതെ മനഃപ്പാടമാക്കുകയോ ഓതിക്കൊണ്ടിരിക്കുകയോ ചെയ്താൽ തന്നെ നിനക്ക് ധാരാളം പുണ്യം കിട്ടും, സ്വർഗം കിട്ടും. ഇതിനെ നീ വായിക്കുകയോ മനസ്സിലാക്കുകയോ അത് എന്തിനു വായിക്കണമെന്നോ ആ വായിച്ച കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ പകർത്തുകയോ ആ ജീവിതത്തിൽ നിന്റെ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കി തീർക്കേണ്ടതിന്റെ ആവശ്യകതയോ ഒന്നുമല്ല നമ്മുടെ സമൂഹത്തെ സാധാരണ വിശ്വാസികളെ ഇവർ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു. അതിങ്ങനെ ഓതിയാൽ തന്നെ ഇഷ്ടം പോലെ പുണ്യം കിട്ടുമെന്നാണ്. നമ്മുടെ അനുഷ്ഠാനങ്ങളിൽ പലതും ഇതിൽ കാണാൻ കഴിയില്ലെന്നും ഇത് അപൂർണമാണെന്നുമാണ് നമ്മുടെ സമൂഹം ഇന്ന് ഖുർആനെ കുറിച്ച് പറയുന്നത്. എന്നാൽ ഖുർആൻ തന്നെ പറയുന്നത് കാണുക, വതമ്മത്ത് കലിമത്തു റബ്ബിക സിദ്ഖൻ വഅദലൻ ലാ മുബദ്ദില ലികലിമാതിഹി വഹുവ സമീഉൽ അലീം. അവന്റെ വചനങ്ങൾ അവന്റെ വചനം, നിന്റെ നാഥന്റെ വചനം സത്യം കൊണ്ടും നീതി കൊണ്ടും പരിപൂർണമായിരിക്കുന്നു. അവന്റെ വചനങ്ങൾക്ക് ഭേദഗതി വരുത്തുന്ന ഒരുവനുമില്ല. അവൻ സർവവും കേൾക്കുന്നവനും സർവജ്ഞനുമാകുന്നു. അൽയൗമ അക്മൽതു ലക്കും ദീനുക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഈ വേളയിൽ, ഈ കാലഘട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കി തരികയും എന്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് സമ്പൂർണമാക്കി തരികയും ഇസ്ലാമിനെ, അള്ളാഹുവിനെ അനുസരിക്കുകയും ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് ഒരു പ്രത്യയശാസ്ത്രമായി, നിങ്ങളുടെ ഒരു ദീനായി തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. അങ്ങനെ പൂർത്തിയാക്കി തന്ന ഈ ദീൻ ഖുർആനിന് അർത്ഥഭേദം വരുത്തി സാങ്കേതിക അർത്ഥം എന്ന പേരിൽ തികച്ചും സാങ്കല്പികമായ അർത്ഥങ്ങൾ നൽകി ആശയങ്ങളെ വഴിതിരിച്ചു വിട്ടതിനും ഭാഷാ സൂക്ഷ്മത പുലർത്താത്തതിനും സാർവലൗകികമായ കാര്യങ്ങളെ പ്രാദേശികമായ കാര്യങ്ങളാക്കി ചുരുക്കിയതിനും ആശയമായി മനസ്സിലാക്കപ്പെടേണ്ടവയെ പദാർത്ഥപരമായി മനസ്സിലാക്കി തരുന്നതിനും ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ഇവരുടെ പരിഭാഷകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു ഇതിന്റെ ഫലമായിട്ട് തന്നെ ഇത്തരം തെറ്റുകൾ കടന്നുകൂടിയതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ കുറിച്ചും അറബി ഭാഷയെക്കുറിച്ചും യാതൊന്നും അറിയാത്ത നിഷ്പക്ഷമതികൾക്ക് ഖുർആൻ പരിഭാഷകളുടെ വായന വളരെ വിരസമായി തോന്നുകയും ചെയ്യുന്നിട്ടുണ്ട്. ഏതൊരാളത്ത് ഖുർആൻ പരിഭാഷ കൊടുത്താലും ഇതൊന്ന് വായിക്കുന്ന പറഞ്ഞാൽ 2-3 പേജ് വായിക്കാൻ അയാൾക്ക് കഴിയില്ല. ഇതൊന്നും വായിച്ചിട്ട് മനസ്സിലാകണില്ല മാഷെന്നാ പറയും. ഖുർആനിൽ പരാമർശിച്ചിരിക്കുന്ന ഉന്നതമായ പല വിഷയങ്ങളും ബാലിശമായി പോകുന്നുണ്ട്. ഖുർആനിനെയും ഇസ്ലാമിനെയും അറിയാനുള്ള ആളുകളുടെ ശ്രമങ്ങളിൽ നിന്നും ഇതുമൂലം അവരെ പിന്തിരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വളരെ ആപൽക്കരമാണ് ഈ അവസ്ഥ. കുറെ അധികം ആളുകൾ ആദരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഇത് എന്നും കുറെ ആളുകൾ വിശ്വസിക്കുന്ന ഒരു ഗ്രന്ഥമാണ് എന്നതുകൊണ്ടും ഒരു പ്രസ്ഥാനമോ ഒരു ആശയമോ മഹത്തരമാവുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം. അത് ലോകത്തിനും മാനവരാശിക്കും എന്ത് ഗുണം ചെയ്യുന്നു, അത് എത്രമാത്രം ഉത്കൃഷ്ടമായ ആശയമാണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴേ, എന്നറിയുമ്പോഴേ ഏതൊരു പ്രസ്ഥാനവും ആ ആശയം പ്രബോധനം ചെയ്യുന്ന ഏതൊരു പ്രസ്ഥാനവും മഹത്തരമാവുകയുള്ളൂ. അതിന്റെ യഥാർത്ഥ മഹത്വം വെളിപ്പെടാത്ത കാലത്തോളം ഖുർആന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന തരത്തിൽ അതിനെ പുനർവായന നടത്തണം. ഇനി നമ്മൾ നോക്കൂ, ഭൂമിശാസ്ത്രവുമായി ആ പ്രദേശവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സംഭവം, ഒരിക്കലും ആ പ്രദേശത്ത് സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യം. അതായത് പ്രവാചകന്റെ കുട്ടിക്കാലത്ത് കഅബാലയം പൊളിക്കാൻ വേണ്ടി അബ്രഹത്തും സംഘവും അദ്ദേഹത്തിന്റെ ആനപ്പടയും
കഅബാലയം പൊളിക്കാൻ വേണ്ടി വരികയും ആ അബ്രഹത്തിനെയും അദ്ദേഹത്തിന്റെ ആനപ്പടയെയും തകർത്തെറിയുകയും ചെയ്തു എന്ന് പറയുന്ന ഒരു സംഭവത്തെ സൂചിപ്പിക്കുന്നതാണ് സൂറത്തുൽ അൽഫീൽ എന്നുള്ള രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആനപ്പടയുമായി ബന്ധപ്പെട്ട ചരിത്രം തന്നെ ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് മാത്രമേ പൂർവ്വ കാലഘട്ടത്തുണ്ടായിട്ടുള്ളൂ. ആനകൾക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ്, ഒരു ഭൂമിശാസ്ത്രമാണ്, ഒരു കാലാവസ്ഥയാണ് മക്കയെ സംബന്ധിച്ച്, മരുഭൂമിയെ സംബന്ധിച്ചുള്ളത്. ആനപ്പടയുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളൊക്കെ ഒരു യുദ്ധത്തിൽ ആനപ്പടയുടെ ആവശ്യകതയും ആനപ്പട പങ്കെടുത്ത ഒരു യുദ്ധവും യുദ്ധചരിത്രവും ഇന്ത്യയിൽ നടന്ന യുദ്ധങ്ങളിലും യുദ്ധചരിത്രങ്ങളിലും മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. യഥാർത്ഥത്തിൽ മരുഭൂമി, മക്ക പോലെയുള്ള മരുഭൂമിയിൽ ഒരിക്കലും ആനപ്പടക്ക് പോയിട്ട് ഒരാനക്ക് പോലും ജീവിക്കാനോ ഒരു പട നയിക്കാനോ ആ മരുഭൂമിയിലൂടെ സഞ്ചരിക്കാനോ കഴിയില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഇതൊക്കെ അറിഞ്ഞിട്ടും സൂറത്തു അൽഫീൽ എന്ന് പറയുന്ന ഒരു അധ്യായത്തെ ഇങ്ങനെ ഒരു സംഭവമായി, അതാ ഞാൻ പറഞ്ഞ കൊച്ചു കൊച്ചു സംഭവങ്ങളുമായി, ഒരു പ്രദേശത്ത് നടക്കുന്ന സംഭവങ്ങളുമായി ഈ ഖുർആനിനെ ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കുക വഴി, ഖുർആനിനെ ആ രൂപത്തിൽ വായിക്കുക വഴി ഈ ഖുർആനിന്റെ മഹത്വം തകർത്തെറിഞ്ഞു എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതിലേക്ക് ചില ഉദാഹരണങ്ങളാണ് ഞാൻ ഇപ്പോൾ വിശദീകരിച്ചു വരുന്നത്. അതിൽപ്പെട്ടതാണ് ഒന്ന്, യഥാർത്ഥത്തിൽ ഈ സംഭവം ലൂത്ത് നബിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ചാണ് സൂറത്ത് അൽഫീൽ വിശദീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു അദ്ദാരിയാത്തിലും സൂറത്തു അൽ ഹിജ്റിലും സൂറത്തു ഹൂദിലും ലൂത്ത് നബിയുടെ സമൂഹവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ അക്രമികളും പോക്കിരികളും അഹങ്കാരികളുമായ അള്ളാഹുവിന്റെ വചനങ്ങളെയും സന്ദേശങ്ങളെയും നിഷേധിച്ചു കളഞ്ഞ അഹങ്കാരികളായ ഒരു ജനതയെ, അവരെ തകർത്തെറിഞ്ഞ, ആശയപരമായി അവരെ തകർത്തെറിയുകയും തരിപ്പണമാക്കുകയും ചെയ്ത, ആശയരംഗത്ത് അവരെ ഒന്നുമല്ലാതാക്കുകയും ചെയ്ത ഒരു സംഭവത്തെക്കുറിച്ചാണ് സത്യത്തിൽ സൂറത്ത് അൽഫീൽ എന്ന് പറയുന്ന അധ്യായത്തിൽ വിശദീകരിക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ അവര് താപ്പാനകളാണെന്ന് പറഞ്ഞാൽ അവർ ആനന്റെ ആൾക്കാർ എന്നുള്ള അർത്ഥത്തിനല്ല, അത്രയും വലിയ അഹങ്കാരികളാണ് എന്നുള്ള അർത്ഥത്തിൽ നമ്മളെ മലയാള ഭാഷയിൽ വരെ ഉപയോഗിക്കാറുണ്ട്. അവർ സമൂഹത്തിലെ താപ്പാനകളാണെന്ന് പറഞ്ഞാൽ അവർ ആനുള്ളവരെന്നുള്ള അർത്ഥത്തിനല്ല, മറിച്ച് അഹങ്കാരികൾ. ആ അർത്ഥത്തിലാണ് അഹങ്കാരികളും അക്രമികളുമായ ഒരു ജനതയെ നശിപ്പിച്ചു കളഞ്ഞ ചരിത്രം സൂറത്ത് അദ്ദാരിയാത്തിൽ അള്ളാഹു പറയുന്നത് കാണുക. ലിനുർസില അലൈഹിം ഹിജാറത്തം മിൻ തീൻ എന്നാണ് പറയുന്നത്. അവരുടെ മേൽ വളരെ ഹിജാറത്തം മിൻ തീൻ. അതുപോലെ തന്നെ സൂറത്ത് ഹൂദിലും പറയുന്നുണ്ട്, സൂറത്ത് അൽ ഹിജ്റിലും ഈ സംഭവം വിശദീകരിക്കുന്നുണ്ട്. ഫജഅൽനാഹ ആലിയഹ സാഫിലഹ വഅംതർന അലൈഹിം ഹിജാറത്തം മിൻ സിജ്ജിൽ. അപ്പൊ ശക്തമായ ആർഗുമെന്റുകൾ കൊണ്ട്, ശക്തമായ വാദങ്ങൾ കൊണ്ടുള്ള, ബുദ്ധിപരമായ വാദങ്ങൾ കൊണ്ടുള്ള കല്ലുകൾ എന്ന് പറഞ്ഞാൽ അത്രയും ശക്തമായ ആശയങ്ങൾ അവരുടെ മേൽ വർഷിച്ചുകൊണ്ട് അവരെ ഒന്നുമല്ലാതാക്കിയ ഒരു ചരിത്രമാണ് അവിടെ വിശദീകരിക്കുന്നത്. ഇപ്പൊ ലൂത്ത് നബിയുടെ സമൂഹത്തേക്കും ഇവിടെ തെറ്റായി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതായത് ഫജഅൽനാഹ ആലിയഹ സാഫിലഹ എന്ന് പറഞ്ഞാൽ ആ ജനതയെ തലകീഴായി മറിച്ചിട്ടു എന്നും ഇന്നും അവിടെ ആ രൂപത്തിൽ ഒരു സ്ഥലമുണ്ടെന്നും ഡെഡ് സീ എന്നാണ് അതിനെ അറിയപ്പെടുക എന്നുള്ള രൂപത്തിൽ അതും തെറ്റായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ ഇന്നേ വരെ നിഷേധികളെ മാത്രമായിട്ട് നശിപ്പിക്കപ്പെടുന്ന ഒരു ചരിത്രം എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. അവരെ ശാരീരികമായി നശിപ്പിക്കുക എന്ന് പറയുന്ന ചരിത്രം നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ദുരന്തം നടക്കുകയാണെങ്കിൽ, പ്രകൃതിപരമായ വല്ല ദുരന്തങ്ങളും, വല്ല സുനാമി പോലെയുള്ള വല്ല ദുരന്തങ്ങളും, വെള്ളപ്പൊക്കം, ചുഴലിക്കാറ്റ്, ഭൂമികുലുക്കം, ഇതുപോലെയുള്ള വല്ല ദുരന്തങ്ങളും നമ്മുടെ രാജ്യത്ത് തന്നെ നടക്കുകയാണെങ്കിൽ അവിടെ നിഷേധികൾ മാത്രമായിട്ട് നശിച്ചു പോകുന്ന ചരിത്രം നമുക്ക് ഇന്നേ വരെ ഉണ്ടായ ദുരന്തങ്ങളുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല, അറിയാൻ കഴിഞ്ഞിട്ടില്ല. നിഷേധികളായ ആളുകൾ മാത്രം മരിച്ചു പോകുക, ബാക്കി വിശ്വാസികളായ ആളുകൾ രക്ഷപ്പെടുക. ഇപ്പൊ സുനാമിയിൽ തന്നെ നിരപരാധികളായ 1.5 ലക്ഷത്തോളം കുട്ടികളാണ് കൊല്ലപ്പെട്ടത് എന്നാണ് പറയുന്നത്.
അപ്പൊ അതാണ് നിരപരാധികളെന്നോ നിഷേധികളെന്നോ വിശ്വാസികളെന്നോ ഭേദമില്ലാതെ തന്നെ ഒരു പ്രകൃതി ദുരന്തം വന്നാൽ നശിച്ചു പോകുമെന്നുള്ളതാണ്. പിന്നെ ഇവിടെ പറഞ്ഞ അവരിലെ ആലിയഹ, അവരിലെ ഉന്നതരായ ആളുകളെ സാഫിലഹ, താഴ്ത്തിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ തലകീഴായി അവരെ മറിച്ചിട്ട് നശിപ്പിച്ചു എന്നുള്ള അർത്ഥത്തിനല്ല. അവരുടെ വാദങ്ങളെയും അവരുടെ തെറ്റായ രീതികളെയും അവരുടെ തത്വസംഹിതകളെയും അവരുടെ ആശയങ്ങളെയും മുഴുവൻ തകർത്തെറിഞ്ഞ് അവരിലെ ഉന്നതരായ ആളുകളെ അധമരാക്കി കളഞ്ഞു എന്നുള്ള രൂപത്തിലാണ് അള്ളാഹു അവിടെ വിശദീകരിക്കുന്നത്. അതാണല്ലോ സൂറത്ത് വത്തീനിൽ പറഞ്ഞല്ലോ, സുമ്മ റദദിനാഹു അസ്ഫല സാഫിലീൻ എന്ന് പറഞ്ഞല്ലോ. മനുഷ്യനെ, ഉന്നതനായ മനുഷ്യനെ സൽക്കർമ്മങ്ങളും നല്ല പ്രവർത്തനങ്ങളും പരിഷ്കരണ പ്രവർത്തനങ്ങളും ചെയ്യുമ്പോൾ ആ മനുഷ്യൻ ഉന്നതനാവുകയും, എന്നാൽ അതിൽ നിന്ന് അവൻ വ്യതിചലിക്കുമ്പോൾ അക്രമവും അനീതിയും സമൂഹത്തിൽ അവൻ പ്രവർത്തിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവനെ അധമനാക്കി കളയുകയും ചെയ്യും എന്ന് പറയുന്ന സൂറത്തു അത്തീനിൽ പറഞ്ഞ സുമ്മ റദദിനാഹു അസ്ഫല സാഫിലീൻ എന്ന് പറഞ്ഞ അതേ സാഫിൽ ഫജഅൽനാഹ ആലിയഹ സാഫിലഹ എന്ന് പറയുന്ന ആ സാഫില് അവരെ അധമരാക്കി കളഞ്ഞു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത്, ഒരു ആനയ്ക്ക് പോലും ജീവിക്കാൻ കഴിവില്ലാത്ത, ജീവിക്കാൻ പറ്റാത്ത ഒരു ഭൂപ്രകൃതിയും ഭൂപ്രദേശവും ഉള്ള ഒരു രാജ്യത്ത് ഒരു ആനപ്പടയും ഒരു പട്ടാളവും വന്നു അങ്ങനെ കഅബാലയം പൊളിക്കാൻ വന്നപ്പോൾ നരകത്തിൽ നിന്ന് ഒരു അബാബീൽ എന്ന് പറയുന്ന ഒരു പക്ഷിക്കൂട്ടത്തെ കളിമണ്ണ് കൊണ്ട് ചുട്ടുപഴുത്ത കളിമൺ കല്ലുകൾ കൊണ്ട് അവയെ അയക്കുകയും ആ പക്ഷികൾ എറിഞ്ഞ കല്ലുകൾ കൊണ്ട് ഈ ആനകളൊക്കെ ചത്തൊടുങ്ങിപ്പോയി എന്ന രൂപത്തിൽ വിശദീകരിക്കപ്പെട്ട തെറ്റായ ഒരു കഥ, വികലമായ ഒരു കെട്ടുകഥ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് പഠിച്ചതാണ്. യഥാർത്ഥത്തിൽ ഈ ചുട്ടുപഴുത്ത കല്ലുകളുമായി വരുന്ന, കളിമൺ കല്ലുകളുമായി വരുന്ന പക്ഷികൾക്ക് ഒന്നോട്ട് സംഭവിക്കുന്നില്ല. അതാണ് ഇവിടുത്തെ രസകരമായ മറ്റൊരു കാര്യം. നരകത്തിൽ നിന്നും അതിഭയങ്കരമായ ചൂടുള്ള കല്ലുകൾ കൊത്തിക്കൊണ്ടുവരുന്ന പക്ഷികൾക്കൊന്നും പറ്റുന്നില്ല. മറിച്ച് ആ പക്ഷികൾ എറിഞ്ഞ് ആ കല്ല് വീണ് കൊണ്ട ആനകൾ ചത്ത് വൈക്കോലുകൾ പോലെ ആയിത്തീർന്നു, വൈക്കോൽ തുരുമ്പ് പോലെ ആയിത്തീർന്നു എന്ന രൂപത്തിലാണ് ഇപ്പോൾ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത്, എന്റെ സഹോദരന്മാരെ, ഒരു പ്രദേശത്തെയോ ഒരു രാജ്യത്തെയോ ഏതെങ്കിലും നിസ്സാരമായ ഒരു സംഭവവുമായി ഈ ഖുർആനിനെ ബന്ധപ്പെടുത്തി വിശദീകരിക്കുമ്പോൾ അതിന്റെ വിശാലമായ ആശയ താല്പര്യവും വിശാലമായ അർത്ഥതലവുമാണ് അവിടെ ഇല്ലാതാവുകയും നശിച്ചു പോവുകയും ചെയ്യുന്നത്. ഖുർആനിന്റെ വായന ആളുകളിൽ ഇത്തരം കെട്ടുകഥകൾ കൊണ്ട് ഈ ഖുർആൻ വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തപ്പോൾ ഖുർആനിന്റെ വായന ആളുകളിൽ മടുപ്പുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നാം നിഷേധിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഇങ്ങനത്തെ നിസ്സാരമായ കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ അബൂലഹബിന്റെ കാര്യം ഞാൻ വിശദീകരിച്ചു. ഇവിടെ ആനപ്പട എന്ന് പറയും. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, അഹങ്കാരികളായ ഒരു ജനതയെ നിന്റെ രക്ഷിതാവ് എന്ത് ചെയ്തുവെന്ന് നീ കണ്ടുവോ എന്ന് പറയുന്നു. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. അവർ ഈ ആശയത്തിനെതിരിൽ സ്വീകരിച്ച തന്ത്രങ്ങളും കുതന്ത്രങ്ങളെയും മുഴുവൻ അള്ളാഹു വഴികേടിലാക്കുകയും നിഷ്ഫലമാക്കി കളയുകയും ചെയ്തു. അവരുടെ മേൽ ആശയങ്ങളെ വേഗത്തിൽ അതിശീഘ്രമായി ആശയങ്ങളെ തകർത്തെറിയാൻ കഴിവുള്ള ശക്തരായ ആളുകളെ ശക്തമായ വാദങ്ങൾ കൊണ്ട് അവരിലേക്ക് അയച്ചു. അള്ളാഹു അവരിലേക്ക് അയച്ചു. അതാണ് ത്വയ്റൻ അബാബീൽ എന്ന് പറയുന്നത്. ഇപ്പൊ കല്ല് എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ചു മുമ്പ് സൂചിപ്പിച്ചു, കല്ല് എന്ന് പറയുമ്പോഴത്തേനും നമ്മളത് കല്ലായിട്ട് മനസ്സിലാക്കരുത്. ഇപ്പൊ ഹൽഫി ദാലിക കസമുല്ലദി ഹിജർ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ബുദ്ധിയുള്ള ആളുകൾക്ക് അതിൽ വ്യക്തമായ ഒരു സത്യമുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. ഇവിടെ ഹിജർ എന്നുള്ളതിന് കല്ല് എന്നല്ല ബുദ്ധി എന്ന് തന്നെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അസ്ഹാബുൽ ഹിജർ, ഹിജറിന്റെ ആളുകൾ എന്ന് പറയുന്നത് കല്ലിന്റെ ആളുകളല്ല, അവരൊക്കെ നല്ല ബുദ്ധിയും കഴിവുമുള്ള ആളുകൾ എന്നുള്ള അർത്ഥത്തിനും പറയാറുണ്ട്. അതുപോലെ തന്നെ കൂനു ഹിജാറത്തൻ ഔ ഹദീദ, നിങ്ങൾ ഇരുമ്പാവുക അല്ലെങ്കിൽ കല്ലാവുക എന്ന് പറഞ്ഞാൽ രൂപം കൊണ്ടല്ല, മറിച്ച് അവരുടെ മനസ്സ് അത്രയും കട്ടിയായി തീരുക, അത്രയും ക്രൂരമായി തീരുക എന്നുള്ള അർത്ഥത്തിനാണ് അങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ കല്ലുപോലെ ഉറച്ച മനസ്സുകളിൽ നിന്നാണ് മൂസാ നബിയുടെ വേദമാവുന്ന ആ വടികൊണ്ട് ആ സമൂഹത്തിൽ അടിപ്പിച്ചപ്പോൾ കാരുണ്യത്തിന്റെയും
സ്നേഹത്തിൻ്റെയും ദയയുടെയും നീരുറവുകൾ ഉണ്ടായിത്തീർന്നത്. അല്ലാതെ ഇന്ന് നാം വിശദീകരിക്കുന്ന ഏതെങ്കിലും ഒരു കല്ലിൽ പോയി വടികൊണ്ടടിച്ചപ്പോൾ അതിൽ നിന്ന് ഉറവുകൾ ഉണ്ടായി എന്ന രൂപത്തിൽ വിശദീകരിക്കുന്നത് ഈ ഖുർആനിന്റെ ആശയത്തെ തകർത്ത് കളയലാണ്. അപ്പൊ എല്ലാം ഒരു പദാർത്ഥ രൂപത്തിലാണ് ഖുർആനിനെ നമ്മൾ കണ്ടത്. അതാണ് ഖുർആനിൽ നാം ചെയ്ത ഖുർആനിന്റെ വായനയിൽ ഖുർആനിന്റെ വ്യാഖ്യാനത്തോട് നാം ചെയ്ത ഒരു അനീതി. എല്ലാം പദാർത്ഥപരമായിട്ട് കാണുക. കല്ല് അവരുടെ ഉലായിക്കൽ സുമ്മ കസത്ത് കുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കടുകട്ടിയായി ഏതുപോലെ കൽ ഹിജാറത്തി, കല്ല് പോലെയായി എന്ന് പറഞ്ഞാൽ കല്ലായി എന്നുള്ള രൂപത്തിലാണ് വിശദീകരിക്കാറുള്ളത്. നിങ്ങൾ കുരങ്ങുകളാകുക എന്ന് പറഞ്ഞാൽ രൂപം കൊണ്ട് കുരങ്ങായി എന്നുള്ളതാണ് നമ്മുടെ സമൂഹം മനസ്സിലാക്കുന്നത്. കൂനു കിർദത്തൻ ഖാസിഈൻ, നിങ്ങൾ നിന്ദ്യരായ കുരങ്ങുകളാകുവിൻ എന്ന് പറഞ്ഞാൽ രൂപം കൊണ്ട് കുരങ്ങല്ല, അവന്റെ സ്വഭാവം കൊണ്ടാണ്. അവന്റെ അള്ളാഹുവിന്റെ വചനങ്ങൾ നിഷേധിക്കുക മുഖേന അവനിൽ ഉണ്ടായിത്തീരുന്ന സ്വഭാവത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. കഴുതകളാവൂ എന്ന് പറഞ്ഞാൽ രൂപം കൊണ്ട് കഴുതകളാവുകയല്ല. അവർ നായകളെ പോലെയാണ് എന്ന് പറഞ്ഞാൽ രൂപം കൊണ്ട് നായയല്ല. ഇവിടെ ഉലായിക്കൽ അൻആം, അവർ കാലികളെ പോലെയാണ് എന്ന് പറഞ്ഞാൽ രൂപം കൊണ്ട് കാലികളല്ല. ഇവിടെയൊക്കെ ആശയ തലത്തിലാണ് ഖുർആനിനെ നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ ഒരു സാധ്യത പോലും ഇല്ലാത്ത ഒരു സംഭവത്തെയാണ് ഈ ആനപ്പടയും അതിൻ്റെ കഥയുമായിട്ട് നമ്മെ ബന്ധപ്പെടുത്തി നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. ഇത്തരം മലർവാടി അല്ലെങ്കിൽ പൂമ്പാറ്റകളിൽ വിശദീകരിക്കുന്ന കഥയെപ്പോലും അത്തരം കഥകളിൽ നിന്ന് കിട്ടുന്ന പാഠം പോലും കിട്ടാത്ത കഥകളാക്കി ഖുർആനിലെ സംഭവ വികാസങ്ങളെ മാറ്റിമറിച്ചതിൻ്റെ ഫലമായിട്ടാണ്, വ്യാഖ്യാനിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഖുർആനിൻ്റെ വായന ഇന്ന് ആളുകൾക്കൊരു മടുപ്പും ഒരു താല്പര്യവും ഇല്ലാതാക്കി തീർക്കാനുള്ള ഒരു കാരണം. ഒരു പേജ് തികച്ചു വായിക്കാൻ ആളുകൾക്ക് താല്പര്യമില്ല ഖുർആനിന്റെ വ്യാഖ്യാനം. കാരണം അപ്പോഴത്തിന് മടുപ്പായി, അപ്പോഴത്തിന് ആളുകൾക്ക് ഇതിൽ വിരക്തി തോന്നുകയാണ്. അപ്പൊ ആ രൂപത്തിൽ ഖുർആനിന്റെ ഉന്നതമായ മൂല്യങ്ങളും ഉന്നതമായ ആശയങ്ങളെയും തകർത്തെറിയുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇനി നോക്കൂ, ദുർബല വിഭാഗങ്ങൾക്കിടയിലെ അജ്ഞത മൂലമുള്ള രക്തച്ചൊരിച്ചിലിനെയും അതിന്റെ പേരിൽ അവരോട് അനുവർത്തിക്കേണ്ട നയത്തിന്റെയും അത്തരം ദുർബലരായ വിശ്വാസരംഗത്ത് ദുർബലരായ ആളുകളെ ശുദ്ധീകരിച്ചെടുക്കേണ്ട ആവശ്യകതയെയും തെറ്റുകൾ മനസ്സിലാക്കിയ ശേഷം അവരുടെ തിരിച്ചുവരവും പക്ഷാതാപവും ദൈവം എങ്ങനെ സ്വീകരിക്കുമെന്നും അതിനെക്കുറിച്ചുള്ള വിശദീകരണം വരുന്ന ഒരു ആയത്തിനെ എന്ത് ചെയ്തു? ഇവർ സ്ത്രീകളുടെ ആർത്തവുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചു. ആർത്തവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുകയാണ് ചെയ്തത്. ഞാൻ സൂചിപ്പിച്ചല്ലോ, യഥാർത്ഥത്തിൽ ഖുർആൻ മനുഷ്യന്റെ കക്കൂസിൽ പോക്കോ കിടപ്പുമുറിയിലെ കാര്യങ്ങളോ ബാത്റൂമിൽ പോകേണ്ട കാര്യങ്ങളോ സ്ത്രീകളുടെ മാസാമാസം ഉണ്ടാകുന്ന കുളിയെക്കുറിച്ച് വിശദീകരിക്കേണ്ട ഗ്രന്ഥമോ അല്ല, ഉന്നതമായ ഒരു ദർശനം വിശദീകരിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നാം മനസ്സിലാക്കണം. വയസ്അലൂനക അനിൽ മഹീലി, ഇപ്പൊ നമ്മൾ എഴുതി വെച്ചിട്ടുള്ള അർത്ഥം ആർത്തവത്തെ പറ്റി അവർ നിന്നോട് ചോദിക്കുന്നു. കുൽ, നീ പറയുക, ഹുവ അതൻ, അതൊരു മാലിന്യമാകുന്നു. ഫഅതസിലു നിസാ, അതിനാൽ ഫിൽ മഹീലി, ആർത്തവഘട്ടത്തിൽ സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കുക. വലാ തഖ്റബൂഹുന്ന, നിങ്ങൾ അവരുമായി അടുക്കരുത്. ഹത്താ യത്ഹുർന, അവർ ശുദ്ധിയാകുന്നത് വരെ. ഫൈദാ തതഹർന, അവർ ശുദ്ധിയായി കഴിഞ്ഞാൽ ഫൗതുഹുന്ന മിൻ ഹൈസു അമറക്കുമുല്ലാഹു, അല്ലാഹു കൽപ്പിച്ചതുപോലെ നിങ്ങൾ അവരുടെ അടുത്ത് ചെല്ലുക. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന, അല്ലാഹു പക്ഷാതപിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. വയുഹിബ്ബുൽ മുതതഹിരീൻ, ശുദ്ധിയാകുന്നവരെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്ന രൂപത്തിലാണ് ഇന്ന് എഴുതി വെച്ചിട്ടുള്ള അർത്ഥം. ഇതാണ് പാരമ്പര്യ വ്യാഖ്യാനം. ഇവിടെ ആർത്തവത്തെ പറ്റി അവർ നിന്നോട് ചോദിക്കുന്നു, ഇതാണല്ലോ ആദ്യ വാചകം. അതായത് അൽ മഹീൽ എന്നാണ് ഇവിടെ ഉപയോഗിച്ച പദം. സാധാരണ എല്ലാ സ്ത്രീകൾക്കുമുള്ള രക്തച്ചൊരിച്ചിൽ, അതായത് പീരിയഡിനെ കുറിച്ചാണ്, മാസക്കുളിയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ മഹീൽ എന്ന് മാത്രമേ ഭാഷാപരമായിട്ട് പറയാൻ പറ്റുള്ളൂ. അൽ മഹീൽ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകമായി ഖുർആനിലൂടെ അറിയപ്പെട്ട ഒരു രക്തമൊഴുക്കിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. സാധാരണ എല്ലാ പുസ്തകങ്ങളെക്കുറിച്ചും പറയുകയാണെങ്കിൽ കിതാബ് എന്നേ പറയുള്ളൂ. അൽ കിതാബ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകമായ ഗ്രന്ഥമാണ്. സാധാരണ എല്ലാ ദിവസങ്ങളെക്കുറിച്ചും പറയുകയാണെങ്കിൽ യൗമ എന്നേ പറയുള്ളൂ. അൽ യൗമ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകമായ ദിനമാണ്. എന്ന പോലെ മഹീൽ എന്ന് മാത്രം പറയുകയാണെങ്കിൽ സ്ത്രീകളുടെ ആർത്തവത്തെക്കുറിച്ചാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ഇവിടെ അൽ മഹീൽ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഖുർആൻ പ്രത്യേകമായി എടുത്തു പറയുന്ന ഒരു രക്തമൊഴുക്കിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഇനി അടുത്ത വാചകം മാലിന്യമാകുന്നു. കുൽഹുവ അതൻ, അത് മാലിന്യമാകുന്നു എന്ന പദമാണല്ലോ. യഥാർത്ഥത്തിൽ ആദാ യുദി അതൻ എന്നൊക്കെ പറയുന്നത് ഉപദ്രവിക്കുക എന്നുള്ളതാണ്.
അപ്പൊ ശരിക്കും ഈ ഒരു ആർത്തവം എന്നുള്ള ഒരു അർത്ഥം നമ്മുടെ മനസ്സിൽ മുന്നിൽ കാണുകയും അതിനുവേണ്ടി ഇതിലെ പദങ്ങളെ മുഴുവൻ വ്യാഖ്യാനിച്ചൊപ്പിക്കുകയുമാണ് നമ്മുടെ വ്യാഖ്യാതാക്കൾ ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇവിടെ അള്ളാഹു പറയുന്നത് രക്തച്ചൊരിച്ചിലുണ്ടാകുന്ന സന്ദർഭങ്ങളെക്കുറിച്ച് അവർ നിന്നോട് ചോദിക്കുകയാണ്. അതാണ് രക്തമൊഴുക്ക്. അവിടെ ഇതാണ് മനുഷ്യന്റെ രക്തമൊഴുക്കിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ മനുഷ്യ ഒഴുക്കുണ്ടാക്കുക എന്നുള്ളത് അത് രാജ്യത്തിനും സമൂഹത്തിനും മാനവരാശിക്കും അത് ഉപദ്രവമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസരംഗത്തോ ആശയരംഗത്തോ ദുർബലരായ ആളുകളെ അത്തരം സന്ദർഭങ്ങളിൽ നിന്നും മാറ്റി നിർത്തണം എന്നാണ് അള്ളാഹു പറയുന്നത്. ഏതുവരെ? അവർ ശുദ്ധിയാകുന്നത് വരെ. ഇവിടെ ശുദ്ധിയാവുക എന്ന് പറഞ്ഞാൽ കുളിച്ച് ശുദ്ധിയാവുക എന്നല്ല. ഖുർആനിന്റെ ശുദ്ധി എന്ന് പറയുന്നതൊക്കെ ആശയതലത്തിലുള്ള ശുദ്ധീകരണമാണ്. ഇപ്പോൾ ശുദ്ധിയില്ലാത്ത ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ തോട്ടിപ്പണിയെടുക്കുന്ന ആളുകളുണ്ടാവും. അതുപോലെ തന്നെ മീൻ കച്ചവടം ചെയ്യുന്ന മാർക്കറ്റിൽ മീൻ കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ടാവും. രാവിലെ മുതൽ വൈകുന്നേരം വരെ പാടത്തും അതുപോലെ പറമ്പിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലും കൽക്കരികളിലും വർക്ക്ഷോപ്പിലുമൊക്കെ ജോലി ചെയ്യുന്ന ആളുകളെ ഉണ്ടാവും. ഇല്ലാത്ത ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ഈ ആളുകളെ മുഴുവൻ അള്ളാഹു വെറുക്കേണ്ടി വരും. ശുദ്ധിയുള്ളവരെ. അപ്പൊ ശുദ്ധി എന്നതുകൊണ്ട് ഖുർആൻ ഉദ്ദേശിക്കുന്നത്, അതാ ഞാൻ പറഞ്ഞത്, ഇതിനെയൊക്കെ പദാർത്ഥപരമായി കണ്ടതാണ് ഏറ്റവും വലിയ പ്രശ്നം വന്നത് നമ്മുടെ സമൂഹത്തിലെ ഖുർആൻ വ്യാഖ്യാതാക്കൾക്ക്. ഖുർആൻ ശുദ്ധി അശുദ്ധി എന്ന് പറയുന്നത് അവന്റെ വൈജ്ഞാനിക തലത്തിൽ, അവന്റെ ആശയ തലത്തിൽ, അവന്റെ വിശ്വാസ തലത്തിലുള്ള ശുദ്ധീകരണമാണ്. ആ രംഗത്തുള്ള മാലിന്യമാണ് ഖുർആൻ അശുദ്ധിയായി കാണുന്നത്. അല്ലാതെ ഇപ്പൊ ഇവിടെ സ്ത്രീകളുടെ മെൻസസിനെ കുറിച്ചാണ് അശുദ്ധി എന്ന് പറയുന്നതെങ്കിൽ ആ ശുദ്ധിയില്ലാത്ത ആളുകളെ അള്ളാഹുവിന് ഇഷ്ടവുമില്ല എന്ന് പറഞ്ഞാൽ മാസത്തിൽ ഒരാഴ്ചയെങ്കിലും അള്ളാഹുവിന് സ്ത്രീകളെ വെറുക്കേണ്ടി വരും എന്നുള്ള അവസ്ഥാവിശേഷം വരും. മാസത്തിൽ ഒരാഴ്ചയെങ്കിലും എല്ലാ ലോകത്തുള്ള മുഴുവൻ സ്ത്രീകളെയും അള്ളാഹുവിന് വെറുക്കേണ്ടി വരും. അപ്പൊ അതാ ഞാൻ സൂചിപ്പിക്കുന്നത്, ഖുർആൻ പറയുന്ന ശുദ്ധി അശുദ്ധി എന്ന് പറയുന്ന ആ തലം തന്നെ യഥാർത്ഥത്തിൽ അവന്റെ വിശ്വാസരംഗത്ത്, അവന്റെ ആശയരംഗത്ത്, അവന്റെ പ്രത്യയശാസ്ത്ര രംഗത്ത് ഉള്ള ശുദ്ധിയും അശുദ്ധിയുമാണ് ഖുർആൻ കാണുന്ന ശുദ്ധിയും അശുദ്ധിയും. അല്ലാതെ ശരീരത്തില് കുറച്ച് അഴുക്കുണ്ടോ അഴുക്കില്ലേ, ഒരു സ്ത്രീക്ക് നിർബന്ധമായും അവളുടെ അങ്ങനെയാണെങ്കിൽ മലമൂത്ര വിസർജനം ചെയ്യുന്നതും ഒരു അശുദ്ധിയാണല്ലോ. അങ്ങനെ ആ അശുദ്ധി അത് ചെയ്യുന്ന ആളുകളെയും അള്ളാഹുവിന് ഇഷ്ടമല്ല എന്ന് പറയേണ്ടി വരും. എന്താണ് ഈ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പൊ നമ്മള് ശുദ്ധി അശുദ്ധി എന്ന് പറയുന്ന അത് തന്നെ ഖുർആൻ ഉദ്ദേശിക്കുന്നത് ആശയതലത്തിലുള്ള, വിശ്വാസ തലത്തിലുള്ള, വൈജ്ഞാനിക തലത്തിലുള്ള ശുദ്ധീകരണമാണ്. അങ്ങനെ ശുദ്ധിയായ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ പിന്നെ വൃത്തിയാക്കാൻ അവനോട് പറയേണ്ട ആവശ്യമില്ല. സ്വാഭാവികമായും സംസ്കാരവും ആശയതലത്തിലും വിശ്വാസരംഗത്തിലും വൈജ്ഞാനിക തലത്തിലും ഉന്നതമായ ഒരു ശുദ്ധീകരണം നേടിയ വ്യക്തിയെ സംബന്ധിച്ച് അവന്റെ ശരീരത്തിലുള്ള അഴുക്കുകളെക്കുറിച്ചോ അത് ശുദ്ധിയാക്കേണ്ടതിനെ കുറിച്ചോ അവന് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല, അവന്റെ കാലിലോ കയ്യിലോ എവിടെയെങ്കിലും ഒരു അല്പം മണ്ണുണ്ടെങ്കിൽ അതൊട്ട് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത, അവനെ വെറുക്കാൻ മാത്രം കാരണമാകുന്ന ഒരു കാര്യവുമില്ല. അല്ല, സ്പ്രേ അടിച്ച് നടക്കുന്ന പുരോഹിതന്മാരെ മാത്രമേ അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടാൻ കഴിയുള്ളൂ. ഒരു പണിയും എടുക്കാതെ വെറും സുഗന്ധം പൂശി നമസ്കരിച്ച് ഡ്രസ്സും അണിഞ്ഞ് വേറെ ഒരു ജോലിക്കും പോകാതെ ഒരധ്വാനിക്കാതെ സുഗന്ധം പൂശി നടക്കുന്ന പുരോഹിതന്മാരെ മാത്രമേ അള്ളാഹുവിന് ഇഷ്ടപ്പെടാൻ കഴിയൂ എന്നാണ് ഈ രൂപത്തിൽ വിശദീകരിക്കുകയാണെങ്കിൽ അപ്പൊ നമുക്ക് വരിക. സത്യത്തിൽ ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അധ്വാനിക്കുന്നവർ സാധാരണക്കാരാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പാടങ്ങളിലും അതുപോലെ തന്നെ വയലുകളിലും ഫാക്ടറികളിലും അതുപോലെയുള്ള ഒരുപാട് പ്രവർത്തന മേഖലകളിൽ, തൊഴിൽ മേഖലകളിൽ ഇവർ പ്രവർത്തിക്കുകയും തൊഴിലെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരം അശുദ്ധമായ ആളുകളെയൊന്നും അള്ളാഹുവിന് ഇഷ്ടമില്ല എന്ന് വന്നാൽ പിന്നെ ആരെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുക? അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് സഹോദരന്മാരെ, ഇവിടെ ഫഅ്തസിലു എന്ന് പറയുന്നതിന് ഇഅ്തിസാലു ഫൈദഅ്തസലൂക്കും ഫലം യുഖാതിലൂക്കും എന്ന് സൂറത്ത് അന്നിസാ 90-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. അവർ നിങ്ങളിൽ നിന്ന് അകന്നു നിന്നാൽ അവര് നിങ്ങളോട് പിന്നെ എന്തിനാണ് ഒരു പോരാട്ടത്തിനും ഒരു യുദ്ധത്തിനും വരുന്നത്? അപ്പോ ഖിതാലിൽ നിന്നുള്ള ഇഅ്തിസാലാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഖിതാലിൽ നിന്ന് അവരെ മാറ്റി നിർത്തണം.
ഏതുവരെ അവർ പരിശുദ്ധരാകുന്ന ആശയരംഗത്തും വിശ്വാസരംഗത്തും വൈജ്ഞാനിക തലത്തിലും അവർ പരിശുദ്ധരാകുന്നതുവരെ. അങ്ങനെ അവർ പരിശുദ്ധരായാൽ അവരുമായി ഈ കരാറിൽ ഏർപ്പെടുകയോ മറ്റു കാര്യങ്ങൾക്കോ നിങ്ങൾക്ക് കുഴപ്പമില്ല. അവരുമായി നിങ്ങൾ കരാറിൽ ഏർപ്പെടുകയും മറ്റും ചെയ്യുക അള്ളാഹു കൽപ്പിച്ച രൂപത്തിൽ, അള്ളാഹു മാർഗനിർദ്ദേശം നൽകിയ രൂപത്തിൽ എന്നാണ് അള്ളാഹു പറയുന്നത്. അതാണ് ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ. അള്ളാഹു വിശ്വാസരംഗത്തും ആശയരംഗത്തും തിരിച്ചു വരുന്ന ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമുള്ളൂ. തൗബ ചെയ്ത് തിരിച്ചു വരുന്ന ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമുള്ളൂ. വയുഹിബ്ബുൽ മുത്തതഹിരീൻ, ശുദ്ധിയുള്ള ആളുകളെ, വിശ്വാസരംഗത്തും ആശയരംഗത്തും ശുദ്ധിയുള്ള ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമുള്ളൂ എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പോൾ ഖുർആനിൽ ഇവിടെ പറയുന്ന ഖുർആൻ എന്ന് പറയുന്ന ഒരു ദാർശനികമായ ഗ്രന്ഥമാണ്. ഈ ദാർശനിക ഗ്രന്ഥം അത് കേവലം മനുഷ്യന്റെ ജീവിതത്തിലെ ഏതെങ്കിലും ഒന്ന് രണ്ട് നിസ്സാരമായ അവന്റെ പ്രശ്നങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി വന്ന ഗ്രന്ഥമല്ല. മറിച്ച് അവനെ സാംസ്കാരികമായും വൈജ്ഞാനികമായും ആശയപരമായും ഉന്നതമായ ഒരു തലത്തിലെത്തിക്കാനുള്ള അതിമഹത്തായ ഒരു ഗ്രന്ഥമാണ് സത്യത്തിൽ വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനിനെ കൊണ്ടുപോയി സ്ത്രീ പുരുഷ ബന്ധവും, സ്ത്രീ പുരുഷ ബന്ധങ്ങൾക്ക് ഇവർ എത്ര വചനങ്ങളാ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. 10, 11, 12 വചനങ്ങളോളം സ്ത്രീ പുരുഷ ബന്ധങ്ങൾക്ക് വേണ്ടി തെറ്റായി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആർത്തവം, മഹീദ്, അപ്പൊ വ്യാഖ്യാനിച്ചു, തെറ്റായിട്ട് വ്യാഖ്യാനിച്ചു. സ്ത്രീ പുരുഷ ബന്ധത്തിന് ഇവിടെ ഒരുപാട് വിശദീകരണങ്ങൾ. അപ്പൊ ഞാൻ പറയുന്നത് ഇത് സ്ത്രീ പുരുഷ ബന്ധങ്ങളോ, സ്ത്രീ പുരുഷ ബന്ധത്തിന് നിസാവുക്കും ഹെർസുല്ലക്കും അവിടെ ഹെർസ് പറഞ്ഞു, ഫൗത്തു ഹെർസക്കും അന്നാശീത്തും. അതുപോലെ തന്നെ ഫബാഷിറുഹുന്ന, പെണ്ണുങ്ങളുമായി മുബാശറത്ത് നടത്തുക. ഔ ലാമസ്തുമുന്നിസ, അതുപോലെ തന്നെ വൈകുന്തും ജുനുബൻ. ഇങ്ങനെ ഖുർആനിലെ തെറ്റായ വ്യാഖ്യാനങ്ങൾ, ഒരുപാട് പദങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ച് ഇതിൽ സ്ത്രീ പുരുഷ ബന്ധമുണ്ടാക്കി, മെൻസസ് ഉണ്ടാക്കി, കുളി ഉണ്ടാക്കി, കക്കൂസിൽ പോക്കുണ്ടാക്കി. ഇങ്ങനെ മനുഷ്യന് തന്നെ അവന്റെ ജീവിതത്തിൽ സ്വയം തന്നെ ചെയ്യാൻ കഴിയുന്ന, എന്നിട്ടോ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഉന്നതമായ ഒരു മൂല്യമാണോ പറയുന്നത്? അതോട്ടല്ലേനും. നീ ഈ രംഗത്തൊക്കെ ഉന്നതമായ ഒരു മാർഗനിർദ്ദേശം വെക്കുന്നുണ്ടോ? അതുമില്ല. അത് ഞാൻ അത് വിശദീകരിക്കാൻ പോകുന്നുണ്ട്. ഉന്നതമായ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നുമില്ല. ആ പറയുന്ന രംഗത്ത് തന്നെ ഉന്നതമായ ഒരു മൂല്യമോ ഉന്നതമായ ഒരു ആശയമോ മുന്നോട്ട് വെക്കുന്നില്ല. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കക്കൂസിൽ പോയി നല്ല രൂപത്തിൽ വൃത്തിയാക്കാൻ പറയുകയാണെങ്കിൽ തെറ്റില്ല. ഇതല്ല, വൃത്തിയാക്കാൻ വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ മണ്ണുകൊണ്ട് അവിടെ ഒന്നും ചെയ്യാതെ മുഖവും കൈയും തുടക്കുക എന്ന് പറഞ്ഞാൽ, അതാ ഞാൻ പറയുന്നത്, ഉന്നതമായ ഒരു മാർഗനിർദ്ദേശമാണ് അവിടെ നൽകുന്നതെങ്കിൽ പോലും നമുക്ക് ഇനി അതൊക്കെ പറയുന്നുണ്ട് എന്ന് വേണമെങ്കിൽ വാദത്തിന് സമ്മതിച്ചു കൊടുക്കാം. അതുപോലും ഇല്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് സ്ത്രീ പക്ഷാതപിക്കേണ്ട ആവശ്യം എന്താണെന്ന് ഞാൻ ചോദിച്ചു. പുരാതന കാലങ്ങളിൽ മാത്രമല്ല, ഇന്ന് പോലും ഈ സ്ത്രീകളോട് ഈ രൂപത്തിൽ ഒരു അവഗണന നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പുരാതന കാലങ്ങളിൽ മാത്രമല്ല, ഇന്ന് പോലും ചിലയിടങ്ങളിൽ, ചില സമൂഹങ്ങളിൽ ഋതുമതിയായ സ്ത്രീക്ക് അസ്പൃശ്യതയും വിലക്കും കൽപ്പിക്കുകയും വീട്ടിനകത്തേക്ക് പ്രവേശനം നിരോധിക്കുകയും ചിലതരം സസ്യങ്ങളെപ്പോലും തൊടുന്നതിന് നിരോധം ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ദൈവത്തിന് അശുദ്ധിയുള്ളവരോട് വെറുപ്പാണെന്നാണ് ഇവർ പറയുന്നത്. ആർത്തവം അശുദ്ധിയാണെന്നും ഇവർ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ലോകത്തുള്ള എല്ലാ സ്ത്രീകൾക്കും മാസത്തിൽ ഒരാഴ്ചയെങ്കിലും ദൈവത്തിന്റെ വെറുപ്പ് സമ്പാദിക്കേണ്ടതായിട്ട് വരുമെന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇത് സത്യത്തിൽ സ്ത്രീ വിരുദ്ധതയും സ്ത്രീകളോടുള്ള അനീതിയും ആണ് എന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ആർത്തവം സത്യത്തിൽ ഒരശുദ്ധിയോ രോഗമോ അല്ല എന്നുള്ളതാണ്. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ മലമൂത്ര വിസർജനങ്ങളെയും അതുപോലെ കാണേണ്ടതായിട്ട് വരുമെന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. പ്രാകൃതരായ സമൂഹങ്ങളിലും ആധുനികരെന്ന് ഇന്ന് നാം അവകാശപ്പെടുന്ന നവീന പ്രാകൃതരിലും കൊടികുത്തി വാണിരുന്ന സ്ത്രീ വിരുദ്ധതയെ അരക്കിട്ടുറപ്പിക്കാനല്ലാതെ ഇത്തരം ഖുർആനിന്റെ വായന യാതൊരു പ്രയോജനവും ചെയ്യുന്നില്ല എന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. യഥാർത്ഥത്തിൽ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇവിടെ യഥാർത്ഥത്തിൽ ആ ആശയമല്ല വിശദീകരിക്കുന്നത് എന്ന്. അപ്പോ നാം പറഞ്ഞത് ഖുർആനികമായ വചനങ്ങളെ, രക്തച്ചൊരിച്ചിൽ എന്ന് പറയുന്ന ഒരു സംഭവത്തെ പോരാട്ട വേളയിൽ നിന്ന് അവരെ മാറ്റി നിർത്തേണ്ടതിനെ കുറിച്ച്. ഇവിടെ അന്നിസ എന്ന് പറയുന്നത് വിശ്വാസരംഗത്തും ആശയരംഗത്തും ദുർബലരായ ഒരു വിഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. അതല്പം വിശദീകരിക്കേണ്ടതുണ്ട്.
അത് വളരെ വലിയൊരു വിശദീകരണം ആവശ്യപ്പെടുന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുള്ളതെന്ന് എനിക്കറിയാം. ഇവിടെ ഒരു കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കാം. ഇസ്രായേൽ ഫറോവ ഫിർഔൻ ഇസ്രായേൽ സന്തതികളെ കൊന്നൊടുക്കിയിരുന്നത് അവിടുത്തെ പിഞ്ചു പൈതങ്ങളെയായിരുന്നു എന്ന രൂപത്തിൽ ഇപ്പോൾ വിശദീകരിക്കുന്നുണ്ട്. ചെറിയ കുട്ടികളെ, പിറന്നു വീഴുന്ന ആൺകുട്ടികളെ ഫറോവ കൊന്നിരുന്നു എന്ന രൂപത്തിൽ വിശദീകരിച്ചിരുന്നു. ഇനി ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ അബ്നാ എന്ന് പറയുന്നത് യുദബ്ബിഹൂന അബ്നാഅഹും വയസ്തഹിയൂന നിസാഅഹും എന്ന് പറയുന്നത് അവരിലെ ആൺകുട്ടികളെയാണെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, ആൺകുട്ടികളുടെ വിപരീതം എങ്ങനെ നിസാ ആകുക? പെൺകുട്ടികളല്ലേ, ബനാത്തല്ലേ വേണ്ടത്? അപ്പൊ പറയേണ്ടത് ബനാത്തുകളാണെന്നാണ്. ബനാത്തുകളെ ജീവിക്കാൻ വിടുകയും അബ്നാവ് പിറന്നു വീഴുന്ന കുട്ടികളെ കൊല്ലുകയുമാണ് ചെയ്തിരുന്നത് എന്നാണ് സത്യത്തിൽ പറയേണ്ടത്. യഥാർത്ഥത്തിൽ അബ്നാവ് എന്ന് പറഞ്ഞാൽ പിറന്നു വീഴുന്ന കുട്ടിയല്ല, സമൂഹത്തിന്റെ ബന എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് സത്യത്തിൽ ഇബ്ന് എന്നുള്ള പദമുണ്ടാകുന്നത്. ബന എന്ന് പറഞ്ഞാൽ നിർമ്മിച്ചു എന്നാണ്. അപ്പൊ ഒരു സമൂഹത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് കഴിയുന്ന ആളുകൾക്കാണ്, അതിന്റെ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കാണ് അബ്നാ എന്ന് പറയുക. ഒരു സമൂഹത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ, ചങ്കൂറ്റമുള്ള ആൺകുട്ടികൾ, അവരെയാണ് ഫറോവ സത്യത്തിൽ കൊന്നൊടുക്കിയിരുന്നത്. അവരാണ് ഫറോവയുടെ സ്വേച്ഛാധിപത്യത്തിനും ഏകാധിപത്യത്തിനും അയാളുടെ അക്രമത്തിനും അനീതിക്കും നിറഞ്ഞ ഭരണത്തിനും തലവേദന സൃഷ്ടിച്ചിരുന്നത്. മൂസയുടെ കൂടെ വിശ്വസിച്ച, മൂസയുടെ കൂടെ നടന്നുകൊണ്ട് ഒരു രാജ്യത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടി, ഒരു സമൂഹത്തിന്റെ നല്ല നിർമ്മിതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെയാണ് സത്യത്തിൽ ഫറോവ കൊന്നൊടുക്കിയിരുന്നത്, കൊന്നൊടുക്കാൻ കൽപ്പന കൊടുത്തത്. അല്ലാതെ ഇന്ന് പിറന്നു വീണ കുട്ടിയെയല്ല, ഇന്ന് പിറന്നു വീഴുന്ന കുട്ടിയല്ല, ന്യൂ ബോൺ ചൈൽഡിനെ അല്ല. അതാണ് സത്യത്തിൽ നാം മനസ്സിലാക്കണം. അതാണ് അവിടെ, അതാണല്ലോ നമ്മൾ തന്നെ പറയും. ഇപ്പോൾ ഒരാളുടെ പ്രസംഗം ഇപ്പം നമുക്കറിയാലോ, മക്കളെ എന്ന് വിളിച്ചിട്ടാണ് പ്രസംഗിക്കുന്നത്. അദ്ദേഹം ഇപ്പം എവിടെയെന്നൊക്കെ നമുക്കറിയാം. എൻ്റെ മക്കളെ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു തീപ്പൊരി പ്രസംഗം മുമ്പ് നമ്മുടെ രാജ്യത്തൊക്കെ നടന്നിരുന്നു. അത് വിചാരിച്ചിട്ട് അയാളുടെ കുട്ടികളെ എന്നല്ല. ഇബ്നു ഷർഖ് എന്ന് പറഞ്ഞാൽ കിഴക്കിന്റെ മകനെ എന്ന് പറഞ്ഞാൽ കിഴക്കിന്റെ പുത്രനല്ല. ഇബ്നു സബീൽ എന്ന് പറഞ്ഞാൽ അസബീൽ, ദൈവികമായ മാർഗത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പുത്രനല്ല, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആള് എന്നുള്ള അർത്ഥത്തിനാണ്. സമൂഹത്തിന്റെ മക്കളെ എന്ന് പറഞ്ഞാൽ സമൂഹം പ്രസവിച്ച കുട്ടികളെ എന്നുള്ള അർത്ഥത്തിനല്ല. യാ അബ്നാ അൽ ഹിന്ദ്, ഇന്ത്യയുടെ മക്കളെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇന്ത്യയുടെ മക്കളെ എന്ന്, അബ്നാ ഉൽ ഹിന്ദ്, ഇന്ത്യയുടെ മക്കളെ എന്ന് പറഞ്ഞാൽ ഇന്ത്യ പെറ്റ കുട്ടികളെ എന്നല്ല, ഇന്ത്യ പ്രസവിച്ച കുട്ടികളെ എന്നല്ല. അപ്പൊ ഇബ്നി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു രാജ്യത്തിന്റെ, ഒരു സമൂഹത്തിന്റെ നല്ല നിർമ്മിതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ, അതിന്റെ നിർമ്മാണത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ചങ്കൂറ്റമുള്ള ആൺകുട്ടികൾ, അവരാണ്. അതാണ് ഫഖത്തുലു അബ്നാ അല്ലദീന ആമനു മഅഹു, മൂസയുടെ കൂടെ വിശ്വസിച്ചതായ ആ ആൺകുട്ടികളെ നീ കൊന്നുകളയുമെന്ന് ഫറോവ പ്രഖ്യാപിച്ചു. വിശ്വസിക്കണമെങ്കിൽ ചെറിയ കുട്ടികളാവൂല. അപ്പോൾ ആ കുട്ടികളെ കൊന്നുകളയുകയും അതിന്റെ വിപരീതമാണ് നിസാ. വിശ്വാസരംഗത്തും ആശയരംഗത്തും ദുർബലരായ ആളുകളെ ജീവിക്കാൻ വിടുകയും ചെയ്യുകയായിരുന്നു അവർ. അപ്പൊ നിസാ എന്നുള്ള ഒരു വിഷയം തന്നെ, ടോപ്പിക്ക് തന്നെ നമുക്ക് വേറെ സംസാരിക്കാനുണ്ട്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത്, വിശ്വാസരംഗത്തും ആശയരംഗത്തും വീക്കായി, വളരെ ദുർബലമായി കഴിയുന്ന ആളുകളെ അയാൾ ജീവിക്കാൻ വിട്ടു. കാരണം അവരെ കൊണ്ട് തലവേദനയില്ല. മറിച്ച് മൂസയുടെ കൂടെ നടന്നിരുന്ന ആ രാജ്യത്തിന്റെ, ആ സമൂഹത്തിന്റെ മോചനത്തിനു വേണ്ടിയും നിർമ്മാണത്തിനു വേണ്ടിയും പ്രവർത്തിക്കുന്ന മൂസയുടെ കൂടെയുള്ള ആളുകളെ, ആൺകുട്ടികളെ, ചങ്കൂറ്റമുള്ള ആൺകുട്ടികളെ കൊന്നുകളയുകയുമാണ് ചെയ്തത്. സത്യത്തിൽ ഈ ആശയത്തെ നമ്മൾ വികലമാക്കി അവതരിപ്പിച്ചപ്പോൾ പ്രതികരണശേഷിയുള്ള ഒരു ചെറുപ്പക്കാരുടെ പ്രതികരണശേഷിയെയാണ് ഇവിടെ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. സത്യത്തിൽ ഏകാധിപതികളും സ്വേച്ഛാധിപതികളും അക്രമികളും അനീതി പ്രവർത്തിക്കുന്നവരുമായ ഭരണകർത്താക്കൾക്കെതിരെ പ്രതികരിക്കാനുള്ള പ്രതികരണശേഷി നഷ്ടപ്പെടുന്ന ഒരു ഷണ്ഡീകരണം, ഷണ്ഡന്മാരെ സൃഷ്ടിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഖുർആനിന്റെ വ്യാഖ്യാനത്തെ ഇവർ തകർത്തു കളഞ്ഞത്. ഇതിൽ നിന്നാണ് അബ്നാ എന്ന് പറഞ്ഞാൽ സ്വന്തം പുത്രനാണെന്നും അദ്ഇയാ എന്ന് പറഞ്ഞാൽ വളർത്തുപുത്രനാണ് എന്നുള്ള രൂപത്തിൽ വ്യാഖ്യാനങ്ങൾ വന്നു. ആ വ്യാഖ്യാനങ്ങൾ വന്നതിന്റെ ഫലമായി എന്തു വന്നു? പോറ്റുപുത്രന്മാരുടെ ഭാര്യമാരെ പിതാക്കന്മാർക്ക് വിവാഹം കഴിക്കാമെന്നും അവരുടെ സൗന്ദര്യത്തിൽ ആകർഷിച്ച പ്രവാചകൻ സെയ്ദിന്റെ ഭാര്യയെ വിവാഹം കഴിച്ചു എന്നുള്ള തെറ്റായ കഥകളൊക്കെ ഇതിന്റെ പേരിൽ ഇസ്ലാമിലേക്ക് കടന്നുകൂടി. ഇന്നും പ്രവാചകന്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യാൻ മാത്രമുള്ള കെട്ടുകഥകൾ ഇസ്ലാമിലേക്ക് കടന്നുകൂടി.
യഥാർത്ഥത്തിൽ അദിഇയ്യ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ മെസ്സേജുമായിട്ട്, ഒരു ആശയവുമായി, അതിൻ്റെ പ്രബോധനവുമായി വരുന്ന ഒരു ലീഡർ. ആ ലീഡറുടെ, അയാളുടെ കൂടെയുള്ള അയാളുടെ കമ്മ്യൂണിറ്റി, അതാണ് അയാളുടെ സൗജ്. ആ കമ്മ്യൂണിറ്റി, ആ സമൂഹത്തിന്റെ ആവശ്യകത പ്രവാചകന് വർദ്ധിച്ചപ്പോൾ അവരെ കൂടെ കൂട്ടാനാണ് പ്രവാചകനോട് അള്ളാഹു കൽപ്പിച്ചത്. അപ്പൊ ഒരു ദഅവത്തുമായിട്ട്, അതാണ് ദാഇ അദിഇയ്യ. അല്ലാതെ പോറ്റുപുത്രൻ എന്നുള്ളതിന് തബന്ന എന്നാ പറയാം, ഇബിനാക്ക. തബന്ന എന്നാണ് ഒരു മകനാക്കി വളർത്തുക. അദിഇയ്യ എന്ന് ഭാഷയിൽ സാധാരണ ഉപയോഗിക്കാറില്ല. അത് ഇവർ കൊടുത്ത ഈ വ്യാഖ്യാനത്തിൽ മാത്രമാണ് അങ്ങനെ വന്നത്. ശരിക്ക് അദിഇയ്യ എന്ന് പറഞ്ഞാൽ ദഅവത്ത്, ദഅവത്ത് അദിഇയ്യ എന്ന് പറഞ്ഞാൽ ഒരു മെസ്സേജിന്റെ പ്രബോധനവുമായി വരുന്ന ഒരു ലീഡറും അതിന്റെ ആളുകളുമാണത്. അയാളുടെ കൂടെയുള്ള അയാളുടെ കമ്മ്യൂണിറ്റി, അതാണ് പിന്നെ ഒരു സഹോദര സമൂഹം. ആ സഹോദര സമൂഹം തൻ്റെ കൂടെ കഴിയുന്ന സഹോദരിയായിട്ട്, തൻ്റെ ഇണയായി കഴിയേണ്ട ഒരു കമ്മ്യൂണിറ്റി, ഒരു സഹോദര സമൂഹത്തെ അതുകൂടി പ്രവാചകന് കൂടെ കിട്ടിയാൽ നന്നായിരുന്നു. അവരുടെ ആവശ്യം കൂടി പ്രവാചകന് അധികമായി വന്നു. അങ്ങനെ വന്നപ്പോൾ അവരെയും കൂടി നിന്റെ ഇണയാക്കി വളരെ അടുത്ത ഒരു സമൂഹമാക്കി നീ മാറ്റിക്കോ എന്ന് പറഞ്ഞ ഈ കഥയെ കൊണ്ടുപോയി എന്താക്കി മാറ്റി? അദിഇയ്യ എന്ന് പറഞ്ഞാൽ പോറ്റുപുത്രൻ എന്നും, അബ്നാ എന്ന് പറഞ്ഞാൽ സ്വന്തം പുത്രൻ എന്നും, ഈ അദിഇയ്യന്റെ സൗജ് എന്ന് പറഞ്ഞാൽ അദിഇയ്യന്റെ ഭാര്യയാണെന്നും, ആ ഭാര്യനെ കെട്ടാനാണ് സൗവജന എന്ന് പറഞ്ഞാൽ കെട്ടാനാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള രൂപത്തിലൊക്കെ വിശദീകരിച്ചതിൻ്റെ, സൗവജ എന്ന് പറയുമ്പോഴത്തേന് കെട്ടാനാണെന്നുള്ള രൂപത്തിലൊക്കെ വിശദീകരിച്ചതിൻ്റെ ഫലമായി പ്രവാചകന്റെ ഉന്നതമായ വ്യക്തിത്വത്തെയും അദ്ദേഹത്തിൻ്റെ ഉന്നതമായ സ്വഭാവവും ലോകത്തിന് മുമ്പിൽ സംശയിക്കപ്പെടാനിടയായി. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ സംശയിക്കാൻ, ലോകത്തിൻ്റെ മുമ്പിൽ നിന്ദിക്കാനും സംശയിക്കാനും ഇകഴ്ത്തപ്പെടാനും കാരണമായി തീർന്നു. ഇങ്ങനെ ഖുർആനിന്റെ മുഴുവൻ വായനയെയും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടുള്ള ഈ ഖുർആൻ വ്യാഖ്യാനം കാരണം ഉന്നതമായ മൂല്യങ്ങളും ആശയങ്ങളും അടങ്ങുന്ന ഒരു ഗ്രന്ഥം തകർക്കപ്പെട്ടു പോയി എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. എൻ്റെ സഹോദരന്മാർ, വളരെ വിശാലമായി നാം സംസാരിക്കേണ്ട ഒരു വിഷയമാണ് ഇതെന്ന് എനിക്കറിയാം. അതൊക്കെ വളരെ ചുരുക്കി പറയാം. അപ്പം നിസാ എന്നുള്ളത് വേറൊരു ടോപ്പിക്കായിട്ട്, വേറൊരു വിഷയമായിട്ട് തന്നെ നമുക്ക് സംസാരിക്കാം. അപ്പോഴേ ഫബാശിറൂഹുന്ന എന്നൊക്കെ പറഞ്ഞാൽ സ്ത്രീ പുരുഷ ബന്ധമാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോഴേ അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അന്നിസ എന്ന് പറഞ്ഞാലും നിസാ എന്ന് പറഞ്ഞാലും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് ഖുർആനിലൂടെ എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ലൂത്ത് നബിയുടെ സമൂഹം നിസായിന്റെ അടുത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ, നിസായിനെ വിട്ട് റിജാലിന്റെ അടുത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ, ഈ റിജാലിന്റെ അടുത്തേക്കൊക്കെ ഇന്ന് ഇവർ പറയുന്ന ഹോമോസെക്സിന് പോകില്ല എന്നുള്ള സംശയങ്ങൾക്കൊക്കെ അറുതി വരണമെങ്കിൽ ഈ നിസായിന്റെ യഥാർത്ഥമായ അർത്ഥവും അവിടെ റിജാലിന്റെ യഥാർത്ഥമായ അർത്ഥവും നാം മനസ്സിലാക്കേണ്ടി വരും. അല്ലാതെ അങ്ങനെ ഇവർ പറയുന്ന, ഇന്ന് നമ്മുടെ സാമ്പ്രദായിക മതക്കാർ പറയുന്ന ലൂത്ത് നബിയുടെ ലൂത്തിന്റെ സമൂഹത്തിനുണ്ടായിരുന്ന ലിവാത്ത് എന്ന് പറയുന്ന ഈ സംഗതിക്ക് റിജാലിന്റെ അടുത്തേക്കാണോ വിൽദാനിന്റെ അടുത്തേക്കാണോ പോകുക എന്നുള്ളത് ഇവരോട് ചോദിച്ചാൽ അറിയാം. അവർക്കാണ് ആ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാം. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത്, തൊഴിലിന്റെ ഭാഗമായോ മറ്റോ ദേഹത്ത് പുരളുന്ന അഴുക്കാണ് ഇവർക്ക് അശുദ്ധിയായിട്ട് ഇവർ കാണുന്നത്. അത് ദിവസവും 5 നേരമോ 6 നേരമോ കഴുകിക്കളഞ്ഞാൽ നമ്മുടെ സമൂഹം മനസ്സിലായത് അവർ വിശുദ്ധരായി കഴിഞ്ഞു എന്നുള്ളതുമാണ്. യഥാർത്ഥത്തിൽ അശുദ്ധി എന്നതുകൊണ്ട് ഖുർആൻ ഉദ്ദേശിക്കുന്നത് ഹൃദയത്തിൻ്റെയും ആശയങ്ങളുടെയും സംശുദ്ധിയാണ്, വിശുദ്ധിയാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാൻ വലിയ ഒരു പാണ്ഡിത്യത്തിൻ്റെയൊന്നും ആവശ്യമില്ല എന്ന് നമുക്കറിയാം. കാരണം ഖുർആൻ വളരെ ഋജുവും സുതാര്യവും ലളിതവും അതുകൊണ്ട് തന്നെ അത് സുഗ്രാഹ്യവുമാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അള്ളാഹു ആ കാര്യം പറയുന്നുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജൻ ഖയ്യിമൻ എന്നാണ് ഖുർആൻ പറഞ്ഞത്. വക്രതയില്ലാത്ത, യാതൊരു വക്രതയും വരുത്താത്തതായ, ഖയ്യിമൻ നേരെ ചൊവ്വയുള്ളതായ ഒരു വേദഗ്രന്ഥത്തെ അവതരിപ്പിച്ച അള്ളാഹുവിനാവുന്നു സർവസ്തുതിയും. അപ്പൊ ദൈവത്തിന് സർവസ്തുതിയും പറയാനുള്ള ഒരു കാരണമായിട്ട് അവൻ പറയുന്നത് വക്രതയില്ലാത്ത, ഋജുവായ, സുതാര്യമായ, ലളിതമായ ഒരു ഗ്രന്ഥം, ഖയ്യിമായ ഒരു ഗ്രന്ഥം തന്റെ ദാസൻ അവൻ ഇറക്കിക്കൊടുത്തു എന്നുള്ളത് കൊണ്ട് തന്നെ ആ ദൈവത്തിന് നിങ്ങൾ സ്തുതിക്കേണ്ടതുണ്ട്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. എളുപ്പമാക്കി തീർത്ത ഈ ഖുർആനിനെ അനുസ്മരിക്കാനും അതിൽ നിന്ന് ഉത്ബോധനം ഉൾക്കൊള്ളാനും നിങ്ങളിൽ നിന്ന് ആരുണ്ട് എന്നാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ചോദിക്കുന്നത്.
അപ്പോൾ ഇങ്ങനെ ശുദ്ധി അശുദ്ധി എന്നുള്ളതിനെ കേവല ശാരീരികമായ ശുദ്ധിയും അശുദ്ധിയായും കണ്ടതിൻ്റെ തിക്തഫലമാണ് ഇത്തരം വ്യാഖ്യാനങ്ങളും ഖുർആനിൻ്റെ വായനകളുമൊക്കെ വന്നത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതിന് മറ്റൊരു ഉദാഹരണം കൂടി ഞാൻ സൂചിപ്പിക്കാം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖറബുസ് സലാത്ത വഅൻതും സുക്കാറ ഹത്താ തഅലമൂ മാ തഖൂലൂന വലാ ജുനുബൻ ഇല്ലാ ആബിരി സബീലിൻ ഹത്താ തഗ്തസിലു വഇൻ കുന്തും മറല്ലാഹു അലാ സഫരിൻ ഔ ജാഅ അഹദും മിൻകും മിനൽ ഗായിതി ഔ ലാമസ്തുമുൻ നിസാഅ ഫലം തജിദൂ മാഅൻ ഫതയമ്മമൂ സഈദൻ ത്വയ്യിബൻ ഫംസഹൂ ബിവുജൂഹിക്കും വഅയ്ദീക്കും ഇന്നല്ലാഹ കാന അഫൂവൻ ഗഫൂറ. ഇതിന്റെ പാരമ്പര്യ വ്യാഖ്യാനം ഒന്ന് നോക്കാം. സത്യവിശ്വാസികളെ, ലഹരി ബാധിച്ചവരായിക്കൊണ്ട് നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കരുത്. നിങ്ങൾ പറയുന്നത് എന്തെന്ന് നിങ്ങൾക്ക് ബോധമുണ്ടാകുന്നതുവരെ, ജനാപത്തുകാരായിരിക്കുമ്പോൾ നിങ്ങൾ കുളിക്കുന്നതുവരെയും നമസ്കാരത്തെ സമീപിക്കരുത്. നിങ്ങൾ വഴി കടന്നു പോകുന്നവരായിക്കൊണ്ടല്ലാതെ നിങ്ങൾ രോഗികളായിരിക്കുകയോ യാത്രയിലാവുകയോ ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരാൾ മലമൂത്ര വിസർജനം കഴിഞ്ഞ് വരികയോ സ്ത്രീകളുമായി സമ്പർക്കം നടത്തുകയോ ചെയ്തുവെങ്കിൽ, എന്നിട്ട് നിങ്ങൾക്ക് വെള്ളം കിട്ടിയതുമില്ലെങ്കിൽ നിങ്ങൾ ശുദ്ധിയുള്ള ഭൂമുഖം തേടിക്കൊള്ളുക. എന്നിട്ട് അതുകൊണ്ട് നിങ്ങളുടെ മുഖങ്ങളും കൈകളും തടവുക. തീർച്ചയായും അല്ലാഹു ഏറെ മാപ്പ് നൽകുന്നവനും പൊറുക്കുന്നവനുമാകുന്നു. ഈ പരിഭാഷയിലെ ആദ്യ വരികൾ തന്നെ നോക്കൂ. ലഹരി ബാധിച്ചവരായിക്കൊണ്ട് നമസ്കാരത്തെ സമീപിക്കരുത്. അപ്പോ ലഹരി ബാധിച്ച് നമസ്കാരത്തെ സമീപിക്കരുത് എന്ന് വന്നാൽ, ലഹരി ബാധിച്ചവരായിക്കൊണ്ട് മറ്റെന്തിനേയും സമീപിക്കാമോ? സമീപിക്കാം എന്നല്ലേ ഇവരുടെ അർത്ഥപ്രകാരം വരിക. ലഹരി ബാധിച്ചുകൊണ്ട് നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കരുത്. അപ്പൊ ലഹരി ബാധിച്ചവരായിക്കൊണ്ട് നമസ്കാരമല്ലാത്ത മറ്റു പലതിനെയും സമീപിക്കാം. അതിലും ഒരു ഇളവുണ്ട്. നമസ്കാരത്തിന് തന്നെ സമീപിക്കുന്ന കാര്യത്തിൽ തന്നെ ഒരു ഇളവ് പറയാറുണ്ട്. ബോധമുള്ളതുവരെ എന്നാണ്. അപ്പൊ ബോധമുള്ളതുവരെ ലഹരി ഉപയോഗിക്കാന്നാണ്. ബോധം ഉള്ളതുവരെ ഉപയോഗിക്കാം. ബോധം പോയാലേ നിസ്കാരത്തിന് പോകാൻ പറ്റാത്തുള്ളൂ. ബോധമുള്ളതുവരെ നമസ്കാരത്തിന് സമീപിക്കാം. ഇനി മറ്റൊന്ന്, ജനാപത്തുകാരൻ എന്നുള്ളത് അറബിയിൽ തന്നെ നിർത്തിയവർക്ക്. കാരണം ജനബ എന്നുള്ള അറബി പദത്തിന്റെ അർത്ഥം ഇവര് മലയാളത്തിലേക്കാക്കിയ ഇവർക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് ജനാപത്തുകാരൻ എന്ന് അതിന്റെ അറബി വേർഡ് തന്നെ നിലനിർത്തി. നിങ്ങൾ വഴി കടന്നു പോകുന്നവരായിക്കൊണ്ടല്ലാതെ എന്നതിന്റെ അർത്ഥം ഇവരുദ്ദേശിക്കുന്നത് പള്ളിയിലൂടെ ഒന്ന് നടന്നു പോണതിന് കുഴപ്പമില്ല, അവിടെ നിന്ന് നിസ്കരിക്കണതിന് ആണ് പ്രശ്നം എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. രോഗാവസ്ഥ, യാത്ര, സ്ത്രീ സമ്പർക്കം, മലമൂത്ര വിസർജനം ഇതിലേതെങ്കിലും ഒന്ന് നടത്തി വെള്ളം ലഭിച്ച, രോഗാവസ്ഥയിൽ എന്തിനാണ് കുളിക്കണതെന്ന് എനിക്കറിയില്ല, യാത്രയിൽ എന്തിനാ കുളിക്കണമെന്ന് എനിക്കറിയില്ല. ഇനി സ്ത്രീ സമ്പർക്കം ഓക്കെ, മലമൂത്ര വിസർജനം ഇതിലേതെങ്കിലും ഒന്ന് നടത്തുകയും വെള്ളം ലഭിക്കാതിരിക്കുകയും ചെയ്താൽ ശുദ്ധിയുള്ള ഭൂമുഖം തേടിപ്പിടിച്ച് അതുകൊണ്ട് മുഖങ്ങളും കൈകളും തടവിയാൽ ശുദ്ധമാകും. അതാണിപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം. നല്ല രസകരമായൊരു സംഗതി. യുക്തിയെയും ബുദ്ധിയെയും സാമാന്യ ബുദ്ധിയെയും നേരത്തെ തന്നെ ഇവർ നിരാകരിച്ച സ്ഥിതിക്ക് മലമൂത്ര വിസർജനം കഴിച്ച ആള്, മലമൂത്ര വിസർജനം നിർവഹിച്ചയാൾ കൈയും മുഖവും മണ്ണുകൊണ്ട് തടവുന്നതിലൂടെ എങ്ങനെയാണ് ശുദ്ധിയാവുക എന്ന് ഇവരോട് ചോദിക്കുന്നതിൽ വലിയ പ്രസക്തിയില്ല. കാരണം ബുദ്ധിയും യുക്തിയും, സാമാന്യ ബുദ്ധിയും യുക്തിയും ഒന്നും തീരെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്ന് സാമ്പ്രദായിക മതക്കാർ മുമ്പ് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഇനി മലമൂത്ര വിസർജനം ചെയ്ത ഒരാള് ശുദ്ധമായ ഭൂമുഖം തേടി കൈയും മുഖവും തുടച്ചാൽ എങ്ങനെ അത് വൃത്തിയാവും എന്നുള്ളതിനെ കുറിച്ച് അവരോട് ഇനി ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം ബുദ്ധിയും യുക്തിയും ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ സത്യത്തിൽ ഇവിടെ എന്താണ് അതാ ഞാൻ പറഞ്ഞത്, ശുദ്ധി അശുദ്ധി എന്നൊക്കെ പറയുന്നത് വെറും ശാരീരികമായ ശുദ്ധിയും അശുദ്ധിയും കണ്ടതിന്റെ ഫലമായി വന്ന വ്യാഖ്യാനാണ് ഇതൊക്കെ. മറിച്ച് ഇവിടെയൊക്കെ ശുദ്ധിയും അശുദ്ധിയും അവന്റെ യാത്രയും അവന്റെ രോഗവും ഒക്കെ അവന്റെ ആശയ തലത്തിലുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കിയാലേ ഈ ഖുർആനിക വചനത്തിന് പ്രസക്തിയുള്ളൂ, അതിൽ ബുദ്ധിയും യുക്തിക്കും പ്രാധാന്യം വരുള്ളൂ. അല്ലാത്തടത്തോളം കാലം ഇവരുടെ ഈ വ്യാഖ്യാനങ്ങളും ഇതുപോലത്തെ വിശദീകരണങ്ങളുമുള്ള ഇവരുടെ ദീൻ തകർന്നു പോകുന്നുള്ള പേടിയാണ് ഇവർ. അതുകൊണ്ടാണ് ബുദ്ധിയും യുക്തിയും ഉപയോഗിക്കാനേ പാടില്ല എന്ന് പറയുന്നത്. അവർക്കറിയാം ഈ കെട്ടുകഥകളിലെ ഈ മൂഢമായ വ്യാഖ്യാനങ്ങളിലെ, തെറ്റായ ഈ വ്യാഖ്യാനങ്ങളിലെ യുക്തിഭദ്രമായി ആരെങ്കിലും ചിന്തിച്ചാൽ ഇവരുടെ മതം ആകെ തകർന്ന് തരിപ്പണാവുന്നുള്ളവർക്കറിയാം. അതുകൊണ്ടാണ് പറയുന്നത് ഇതാരും ബുദ്ധിപരമായി ചിന്തിക്കരുത്,
ആരും യുക്തിപരമായി ജിന്നുണ്ട് എന്നാണ് വിശ്വസിച്ചാൽ മതി. അതിൻ്റെ യുക്തിയെക്കുറിച്ചോ അവർ പറയുന്ന രൂപത്തിലുള്ള ജിന്നുണ്ട് എന്നാണ് വിശ്വസിച്ചാൽ മതി. യുക്തിയെക്കുറിച്ചോ ബുദ്ധിയെക്കുറിച്ചോ ചിന്തിക്കരുത്. മൂത്രമൊഴിച്ചാലാണ് ആ ജിന്നിന് പ്രശ്നമുള്ളൂ. തേങ്ങട്ടാലേ ആ ജിന്നിന് പ്രശ്നമുള്ളൂ. വണ്ടി റിവേഴ്സ് എടുത്താലേ പ്രശ്നമുള്ളൂ, മുന്നിൽ കിടത്താൽ പ്രശ്നമല്ല. ചുടുവെള്ളം ഒഴിച്ചാലേ ആ ജിന്നിന് ദേഹത്ത് കിട്ടുള്ളൂ. നേരെ മറിച്ച് പ്രപഞ്ചത്തിലെ ഇടിയും മിന്നലുണ്ട്, അൾട്രാവയലറ്റ് തരംഗങ്ങളുണ്ട്, ഒരുപാട് റേഡിയോ തരംഗങ്ങളുണ്ട്, മൊബൈൽ തരംഗങ്ങളുണ്ട്. പ്രപഞ്ചത്തിലെ ഇടിയും മിന്നലും കാറ്റും ദുരന്തങ്ങളും പ്രകൃതി ദുരന്തങ്ങളും സുനാമി പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളൊക്കെയുണ്ട്. ബോംബ് വർഷിക്കുന്നുണ്ട്, ആറ്റം ബോംബ് വർഷിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കാർപ്പറ്റ് ബോംബ് വർഷിക്കുന്നുണ്ട്. ആകെ തരിപ്പണമാകുന്ന കാർപ്പറ്റ് ബോംബ് വരെ വർഷിക്കുന്ന യുദ്ധങ്ങൾ നടക്കാറുണ്ട്. അതിൽ നിന്നൊക്കെ ഈ ജിന്ന് രക്ഷപ്പെട്ടു വരും. പക്ഷേ ഇവർ പറയുന്ന ജിന്നിന് തേങ്ങടാൻ മാത്രം പറ്റും, ചുടുവെള്ളം ഒഴിക്കാൻ പറ്റൂല, മേശ ഇളക്കാൻ പറ്റൂല, വണ്ടി റിവേഴ്സ് എടുക്കാൻ പറ്റൂല. ഇതൊക്കെയാണ് ഇവരുടെ ജിന്നിന് വരുന്ന പ്രശ്നം. അപ്പൊ ഇതെന്ത് വൈരുദ്ധ്യം എന്ന് ചോദിച്ചാൽ അവിടെ ചിന്തിക്കേണ്ടാന്ന്. നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ വിശ്വസിച്ചാൽ മതി. ബാക്കി ഒരു പ്രശ്നമില്ല. പ്രകൃതിയിൽ എന്തൊക്കെ ദുരന്തങ്ങൾ, എന്തൊക്കെ പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾ ലോകത്തുണ്ട്. ഉൽക്കകൾ വീഴുന്നുണ്ട്. ഇപ്പോൾ ഉൽക്കകൾ വീണ് 1000-ഓളം ആളുകൾ മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പത്രവാർത്ത. അപ്പൊ ഇതിൽ നിന്നൊക്കെ റേഡിയോ പിന്നെ ഒരുപാട് വൈറസുകൾ, ഇതിൽ നിന്നൊക്കെ ഈ ജിന്ന് രക്ഷപ്പെട്ടു വരും. പക്ഷേ തേങ്ങയിൽ നിന്ന് രക്ഷപ്പെടില്ല, വണ്ടി റിവേഴ്സ് എടുക്കുമ്പോൾ രക്ഷപ്പെടില്ല, മലമൂത്ര വിസർജനത്തിന് പോയുമ്പോൾ രക്ഷപ്പെടില്ല, ഭാര്യയെ വീട്ടിലാക്കിപ്പോയ പ്രശ്നമാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ വ്യാഖ്യാനം. അപ്പൊ ഈ രൂപത്തിൽ മറിച്ച് ഇവിടെ ഇനി നമുക്ക് ഈ വിഷയത്തിലേക്ക് തന്നെ വരാം. ഇവിടെ സത്യത്തിൽ എന്താണ്? അപ്പൊ ബുദ്ധിയും യുക്തിയും എന്ന് പറഞ്ഞത് ഉപയോഗിക്കണ്ട എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? തങ്ങൾ പടുത്തുയർത്തിയ ഈ തെറ്റായ വിശ്വാസങ്ങളുടെയും വികലമായ വിശ്വാസങ്ങളുടെയും യുക്തിരഹിതമായ വിശ്വാസങ്ങളുടെയും വ്യാഖ്യാനങ്ങളുടെയും ഈ ചീട്ടുകൊട്ടാരം തകർന്നു പോകുമെന്നുള്ള പേടി. സത്യത്തിൽ എന്തുകൊണ്ട് ഈ ഖുർആനിനെ യുക്തിഭദ്രമായി പറയുന്ന ഈ ഖുർആനിനെ ആ രൂപത്തിൽ അവതരിപ്പിച്ച് ഉന്നതമായ മൂല്യങ്ങളും ആശയങ്ങളും അടങ്ങുന്ന ഈ ഗ്രന്ഥത്തിനെ ലോകത്തിന്റെ മുമ്പിൽ ശരിയായ രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് അത് അവതരിപ്പിച്ച് മുന്നോട്ട് പോയാൽ ആളുകൾ സ്വീകരിക്കുമല്ലോ. മറ്റത് ഈ ഒരു തരം അന്ധമായ വിശ്വാസമുള്ള ഒരു തരം കാക്കാര മാത്രമേ ഈ വിശ്വാസത്തിന് കിട്ടുള്ളൂ. സത്യത്തിൽ ചിന്തിക്കുന്ന, ബുദ്ധിയുള്ള, വിദ്യാഭ്യാസമുള്ള, നല്ല പഠനമുള്ള അടുത്ത തലമുറയ്ക്ക് ഇത്തരം അന്ധവിശ്വാസങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ഈ ചീട്ടുകൊട്ടാരം ഇനി അധികകാലം പിടിച്ചു നിർത്താൻ കഴിയില്ല എന്ന് നമ്മുടെ സഹോദരങ്ങൾ മനസ്സിലാക്കണം. നമ്മളത് ഒരു ആക്ഷേപിക്കേണ്ട രൂപത്തിലല്ല, നമ്മൾ ചിന്തിക്കണം. ഖുർആനിന്റെ സത്യസന്ധമായ രൂപത്തിലുള്ള ഒരു വ്യാഖ്യാനവും വായനയും നമ്മുടെ വരും തലമുറയിൽ ഇത് അവതരിപ്പിക്കണം. സമൂഹങ്ങൾക്കിടയിൽ സ്നേഹവും സൗഹാർദ്ദവും കാരുണ്യവും നിലനിർത്താൻ ഉതകുന്ന രൂപത്തിൽ, മാനവരാശിക്ക് ഗുണകരമാവുന്ന രൂപത്തിൽ. ഇത്തരം വിശ്വാസങ്ങൾ കൊണ്ട്, ഇത്തരം തെറ്റായ വിശ്വാസങ്ങൾ പ്രചരിപ്പിച്ചതുകൊണ്ട് ഈ സമൂഹത്തിന് എന്ത് നേട്ടം കിട്ടി? ഒരു സംഘടനയെങ്കിലും രണ്ടായി തീർന്നു. മനുഷ്യരിൽ അനങ്ങാൻ പറ്റാത്ത രൂപത്തിൽ അവനിൽ ഭയമുണ്ടാക്കി തീർത്തു. ഒരു തേങ്ങയിടാൻ പറ്റാത്ത രൂപത്തിൽ അവനെ ഭയമുണ്ടാക്കി തീർത്തു. തൻ്റെ ഭാര്യയെ വീട്ടിലാക്കി വിദേശത്തേക്ക് പോകാൻ പറ്റാത്ത രൂപത്തിൽ അവനിൽ ഭയമുണ്ടാക്കി തീർത്തു. അപ്പോൾ സമൂഹത്തിൽ ദോഷങ്ങളല്ലാതെ ഇത്തരം വികലമായ വിശ്വാസങ്ങൾ കൊണ്ട് ഈ സമൂഹത്തിന് എന്ത് നേട്ടം കിട്ടിയെന്ന്? മാനവ സമൂഹത്തിന് ദോഷമല്ലാതെ ഗുണമൊന്നും തന്നെ ഇല്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. എത്ര നല്ല ഉന്നതമായ ഒരു ആശയമാണ് ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇത്ര നല്ല ആശയങ്ങളുള്ള ഒരു ഗ്രന്ഥത്തെ കൊണ്ടുപോയി മലമൂത്ര വിസർജനം കഴിഞ്ഞു വന്നാൽ വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ ശുദ്ധമായ ഭൂമുഖം തേടിയിട്ട് ആ മണ്ണുകൊണ്ട് കയ്യും മുഖവും തുടച്ചാൽ വൃത്തിയാവുമെന്ന ആദിവാസികൾക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ബുദ്ധിശൂന്യമായ യുക്തിരഹിതമായ വ്യാഖ്യാനിച്ചിട്ട് ഈ ഖുർആനിനെ വികലമാക്കി കളഞ്ഞിട്ട് ഈ സമൂഹത്തിന് എന്ത് നേട്ടമാണ് കിട്ടുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ ഉന്നതമായ ആശയതലത്തിലുള്ള ഈ ശുദ്ധീകരണം നടന്നാൽ നിങ്ങൾ ഈ പറയുന്ന നിസ്സാരമായ ശുദ്ധീകരണമൊന്നും അതിൻ്റെ മുമ്പിൽ ഒരു പ്രശ്നമല്ല. ഉന്നതമായ കാര്യങ്ങളെ മുഴുവൻ വളരെ ചെറിയ കാര്യങ്ങളാക്കി തകർത്ത് തരിപ്പണമാക്കി കയ്യുമേ കാലുമേ ലേശം മണ്ണാവുന്നതോ ചെളിയാവുന്നതോ വൃത്തിയാക്കുക എന്ന ഈ തലത്തിലേക്ക് ഇതിനെ ഒതുക്കി, മറിച്ച് മനുഷ്യന്റെ മാനസികമായ ശുദ്ധീകരണം, ആശയതലത്തിലുള്ള ശുദ്ധീകരണം, വിശ്വാസ രംഗത്തുള്ള ശുദ്ധീകരണം, വൈജ്ഞാനിക തലത്തിലുള്ള ശുദ്ധീകരണം, ഈ ശുദ്ധീകരണം കൊണ്ട് മനുഷ്യനിലുണ്ടാക്കുന്ന മാറ്റം
ആ മാറ്റവും ഈ ശരീരത്തിലെ ഏതെങ്കിലും ഭാഗത്തുണ്ടാകുന്ന ഒരു അഴുക്കോ മണ്ണോ പൊടിയോ നീക്കിക്കളയുന്ന ഈ വിശദീകരണവും തമ്മിൽ എത്രമാത്രം വ്യത്യാസമുണ്ട് എന്നുള്ളത്, അവ തമ്മിലുള്ള വ്യത്യാസം എത്രമാത്രമുണ്ട് എന്നുള്ളത് ചിന്തിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റുള്ളവർക്ക് ഈ കൈ കൊണ്ട് വെള്ളം കൊണ്ട് മുഖവും കൈയും തുടക്കലും കഴുകലും തന്നെ മനസ്സിലാവുള്ളൂ. അവരെക്കുറിച്ച് നമുക്ക് പറയാനില്ല. അവരങ്ങനെ മനസ്സിലാക്കി അങ്ങനെ മുന്നോട്ട് പോയിക്കോട്ടെ. മനുഷ്യനെ സാംസ്കാരികമായി, വൈജ്ഞാനികമായി, ആശയപരമായി ശുദ്ധീകരിക്കുന്ന ഈ ഉന്നതമായ ഒരു വ്യാഖ്യാനം അത് ലോകത്ത് നടന്നിരുന്നുവെങ്കിൽ ലോകത്തിന്റെ ഗതി തന്നെ മാറുമായിരുന്നു എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഒരു പദത്തിനെ അട്ടിമറിക്കുക മുഖേന ഖുർആനിന്റെ ഉന്നതമായ മൂല്യങ്ങളെയാണ് ഇവർ അട്ടിമറിച്ചത്. ഇവർക്ക് ഉപരിപ്ലവമായിട്ടേ എല്ലാം മനസ്സിലാവുള്ളൂ. തല നെറ്റി തറയിൽ മുട്ടിച്ച് പാടുണ്ടാക്കി നടക്കുന്ന ആ ഒരു വ്യാഖ്യാനത്തെക്കാൾ കൂടുതൽ തൻ്റെ ജീവിതം മുഴുവൻ ദൈവികമായ ആശയങ്ങൾക്ക് സമർപ്പിക്കുകയും സറണ്ടർ ചെയ്യുകയും സബ്മിറ്റ് ചെയ്യുക എന്ന ഈ ഉന്നതമായ ഒരു ആശയതലത്തിൽ സുജൂദ് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, ഇത് തമ്മിലുള്ള ആശയ വ്യത്യാസം ഖുർആൻ ഉദ്ദേശിക്കുന്ന ആ അർത്ഥം മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്രമാത്രം ആശയതലത്തിൽ അത് മനുഷ്യനെ മാനവ സമൂഹത്തിലുണ്ടാക്കി തീർന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വമ്പിച്ച മാറ്റമാണ് മാനവ സമൂഹത്തിൽ ഉണ്ടാക്കി തീർക്കുക. അപ്പൊ ഇത്തരം വിശ്വാസങ്ങളെ മുഴുവൻ തകർത്ത് വ്യാഖ്യാനങ്ങളെ മുഴുവൻ തെറ്റായി വ്യാഖ്യാനിക്കുക മുഖേന ഖുർആനിന്റെ ഉന്നതമായ ആശയങ്ങൾ തകർത്ത് തരിപ്പണമാക്കി. ചുരുക്കത്തിൽ എൻ്റെ സഹോദരങ്ങളെ ഞാൻ സൂചിപ്പിക്കുന്നത്, വിശുദ്ധ ഖുർആനിനെ കൊച്ചു കൊച്ചു സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കാതിരിക്കുക, ആശയതലത്തിൽ വ്യാഖ്യാനിക്കേണ്ട കാര്യങ്ങളെ മെറ്റീരിയലായിട്ട് വ്യാഖ്യാനിക്കാതിരിക്കുക, അതുപോലെ തന്നെ വിശാലമായ ഉന്നതമായ കാര്യങ്ങൾ പറയുന്നതിനെ ആ രൂപത്തിൽ തന്നെ മനസ്സിലാക്കുക. ഖുർആനിലെ ശുദ്ധിയും അശുദ്ധിയും മറ്റു കാര്യങ്ങളൊക്കെ ആശയതലത്തിലുള്ള ശുദ്ധിയും അശുദ്ധിയുമായിട്ട് മനസ്സിലാക്കുക. ഇങ്ങനെ ഖുർആനിന്റെ ഒരു പുനർവായന ലോകത്ത് നടത്തിയെങ്കിൽ മാത്രമേ ഇനി ഈ ഖുർആനിന്റെ ഉന്നതമായ മൂല്യങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ ഇനിയും സംസാരിക്കേണ്ടതുണ്ട് എന്ന് എനിക്കറിയാം. ഇത്രമാത്രം ഈ വിഷയവുമായി ഇനി ഇത് തുടർന്ന് നമുക്ക് ഓരോ വിഷയങ്ങൾ, ഇപ്പോൾ ഇതിൽ നിസാ എന്നുള്ള പദം നിങ്ങളിൽ സംശയമുണ്ടാക്കിയിട്ടുണ്ടായിരിക്കുമെന്ന് എനിക്കറിയാം. ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഓരോന്നും നമുക്ക് തുടർന്ന് സംസാരിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വിഷയം അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. സലാം.